ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Glory be to the holy name of God. ഇന്ന് രാവിലെ നമ്മുടെ ധ്യാനത്തിനായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 35-36 എന്ന വാക്യങ്ങൾ വായിക്കാം. For today's meditation shall we move to the book of Luke chapter 12 verses 35 and 36. നിങ്ങളുടെ അര കെട്ടിയും വിളക്കു കത്തിയും കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പിൻ. നമ്മുടെ യജമാനനായ കർത്താവ് വീണ്ടും വരും എന്ന് അരുളി ചെയ്തു പോയിരിക്കുന്നു. അവിടുന്ന് എത്ര വേഗം നമ്മെ ചേർപ്പാനായിട്ട് പ്രത്യക്ഷനാകും. Our Master, our Lord had said that He will return very nigh to gather us, and very soon He is going to appear. അവതാരമെന്നും പുണ്യപുരുഷനെന്നും സ്വയം വിശേഷിപ്പിച്ചവര് ലോകത്തിൽ അനേകർ എഴുന്നേറ്റിട്ടുണ്ട്. Many people were born in this world who said that they are incarnations and demigods. അങ്ങനെയൊക്കെ മറ്റുള്ളവരെ തോന്നിപ്പിച്ചുകൊണ്ട് അനേകർ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നുമുണ്ട്. And many other people linger in this world making others feel that they are the same. തങ്ങളുടെ ജന്മം ദിവ്യമായ ജന്മമാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുന്ന ഭരണാധികാരികളും ഇന്നുണ്ട്. There are rulers existing in the current world who deem that their regime in this world is a divine one. പക്ഷേ നമ്മുടെ ക്രിസ്തുവിനും ഇവർക്കും തമ്മിലുള്ളതായ വ്യത്യാസം എന്താണ്? But what is the difference between Christ and these people? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും DMK രാഷ്ട്രീയ നേതാവും ഒരു നിരീശ്വരവാദിയും ആയി അറിയപ്പെടുന്ന കരുണാനിധിയോട് ഒരിക്കൽ പത്രക്കാർ ഒരു ചോദ്യം ചോദിച്ചു. Unto Karunanidhi, the former chief minister of Tamil Nadu and the chief of the DMK government, the news people, the reporters posed a question. ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് പേരിൽ ദൈവങ്ങളെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. ആരാണ് ദൈവം? ഏതാണ് ദൈവം? There are a lot of religions and people worship different gods. Who is the true God? Which is God? താൻ അതിന് കൊടുത്തൊരു മറുപടി, ഈ മൂക്കിലെ ശ്വാസം താഴേക്ക് വിട്ട ശേഷം വീണ്ടും എടുക്കുവാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ദൈവം. The reply extended by him was that a person who enables the breath from the nostrils that goes down for it to be brought back inside the nostrils yet again, that person is the God. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നാം ശ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏറ്റൊടുവിൽ നാം വിശ്വസിക്കും, പിന്നീട് നമുക്ക് ശ്വസിക്കാൻ കഴിയാതെയാകും, മണ്ണോട് ചേരും. All of us are humans. We inhale, we exhale. It's a cyclic process, but for the final time we will exhale and we won't be able to inhale for another time. എന്നാൽ നമ്മുടെ ക്രിസ്തുവോ, അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു, തന്റെ അന്ത്യശ്വാസവും അതിനുവേണ്ടി ചെലവഴിച്ചു. എന്നാൽ മൂന്നാം ദിവസം ആ ഉച്ഛ്വസിച്ച വായുവിനെ അവൻ വീഴ്ചും ശ്വസിച്ചു, ഇന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. But our Christ, He died for the sinners and He exhaled, but on the third day He rose up again and He inhaled that last breath that He brought out, and even today He is alive for the sinners. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവമായിരിക്കാൻ കഴിയുന്ന നിരീശ്വരവാദിയായ ആ വ്യക്തി പരോക്ഷമായി പറയുകയായിരുന്നു. And that atheist minister proclaimed in public that only such a person can be deemed as God. ക്രിസ്തുവിന്റെ മറ്റൊരു സവിശേഷത, ഇഹലോകവാസം തീർത്ത് അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, ഞാൻ വീണ്ടും വരും. Another speciality of Christ is that after completing his life in this planet, when he went all the way to heaven, he said, I will return yet again. അവിടുന്ന് തിരുവായി മൊഴിക്കുക മാത്രമല്ല, താൻ അത് പറയിപ്പിക്കുകയും ചെയ്തു. Not just he selfly proclaimed about it, he even made others chant the same. ക്രിസ്തു ഈ ലോകത്തെ മനുഷ്യനായി വന്ന് മരിച്ച് അടക്കം ചെയ്തിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന വേളയിൽ ദൈവ ദൂതന്മാർ ആകാശമേഖല പ്രത്യക്ഷനായി പറഞ്ഞു, ഈ ക്രിസ്തു വീണ്ടും വരും. Christ came to this world taking the form of a man. He died, he got buried, and he rose up. And when the angels in the clouds heralded unto all the people, this Christ is going to return. മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാൽ അത് വിശ്വസിക്കാം. And unto those people who find it hard to believe the words of men, if an angel of God says those words, they truly can believe. അവിടുന്ന് കൂടി തീരുന്നില്ല.
വിശുദ്ധ പൗലോസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ അവൻ ക്രിസ്തീയ മാർഗത്തിന്റെ പരമശത്രുവും ക്രിസ്തീയ മതത്തെ അവൻ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനുമായിരുന്നു. No, it's not over with that. The Bible speaks about Saint Paul. He was an arch rival of the way of the Christians, and he was all prepared, geared up to mop away Christianity from the planet. ക്രിസ്തു ഒരു മശീഹായല്ല, അവൻ ദൈവമല്ല എന്ന് പറഞ്ഞു നടന്നതായ അങ്ങനെ ഒരാൾ ഇന്നും ജീവിക്കുന്നില്ല എന്ന് പറഞ്ഞു നടന്നവന് വഴിമധ്യേ ജീവിക്കുന്നവനായി ക്രിസ്തു വെളിപ്പെട്ടു, ശത്രു മിത്രമായി മാറി. The very man who said that Christ is not a Messiah, Jesus Christ is no more alive, and to that very person Christ appeared on the way, and he says that Jesus is living even today. അവൻ പിന്നീട് അനേക തവണ പറഞ്ഞു, ഈ ക്രിസ്തു തന്റെ വിശുദ്ധന്മാർക്കായി ആകാശമേഘങ്ങളിൽ വെളിപ്പെടും. And later, for many times, he repeatedly said, this Christ will appear upon the clouds to gather his saints. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇന്നും നിങ്ങളും ഞാനും വായിച്ചറിയാൻ വേണ്ടി എഴുതി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. That is inscribed and handed over to us for the next generation, for you and me to comprehend. ക്രിസ്തു വീണ്ടും വരുമെന്ന് മറ്റാരും പറയുന്ന വിശ്വസിച്ചില്ലെങ്കിലും ഒരു ദൂത് പറയുന്ന വിശ്വസിച്ചില്ലെങ്കിലും ക്രിസ്തുവിന്റെ പരമശത്രുവായവൻ അത് പറയുന്നെങ്കിൽ അത് 100% ശരിയാണ്. Even though you don't believe that Christ is going to return from the words of men, angels or anyone, but an arch rival, a foe of Christ is saying so kindly believe. ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ കടന്നുപോയവൻ ക്രിസ്തു മാത്രമാണ്, അവൻ വീണ്ടും വരിക തന്നെ ചെയ്യും. Jesus Christ is the only person who said that I am going to come again, and for sure he will do that. ലോകാവസാനം അഥവാ മൂന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സമ്പൂർണ്ണ നാശം, ഇതൊക്കെ അനേക ആളുകൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. The closing days of time, the Third World War and the end of the world are topics of discussion unto all the Homo sapiens. പല പ്രവാചകന്മാർ, ജ്യോതിഷകന്മാർ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ തെയ്തി വരെ പറയാൻ ആരംഭിച്ചിരിക്കുകയാണ്. Prophets, astrologers are daring to even cite the time for the end of the world. ഏറ്റവും പുതിയതായി ഒരു ഭാരതീയനായ ജ്യോതിഷം പറഞ്ഞിരിക്കുന്നു, മൂന്നാം ലോകമഹായുദ്ധം ജൂൺ മാസം 18 ആരംഭിക്കുമെന്ന്. Recently, an Indian astrologer has opined that the Third World War is going to commence on 18th of June. ആ തീയതിയൊക്കെ മാറിപ്പോകുന്നു വരാം, എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, മാനവരാശിയുടെ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ നാശം സംഭവിക്കുക തന്നെ ചെയ്യും. Perhaps those dates might be amended, but one thing is certain, the complete destruction, the damnation of the entire mankind will surely happen. അത് നാം ഈ ലോകത്തിന്റെ പോക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. When we observe the course of the world, it is evident. ഒരു വൻകിട രാഷ്ട്രമായ അമേരിക്ക, റഷ്യ, ഒരു ചെറിയ രാജ്യമായ യുക്രൈനെ യുദ്ധം ചെയ്ത് കിടക്കാൻ നോക്കിയിട്ട് ഇതുവരെയും തീർന്നിട്ടില്ല. US and Russia, the superpowers of the world, attacked a minor country named Ukraine, and the war never ceased. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയാണെന്ന് അഹംഭവിക്കുന്ന ഒരു ഇസ്രായേല് ഒരു ചെറിയ ഒരു സംഘടനയോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ടും മാസങ്ങൾ കഴിഞ്ഞു, ഇന്നും ആ യുദ്ധം ജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. Israel, a mighty nation that flaunts that it is great, it embarked a war with a minor nation, a minor community, and the war has never ceased even now. അമേരിക്കയും ചൈനയും തമ്മിലുള്ളതായ ശീതയുദ്ധം, The Cold War between America and China. ലോകത്തിൽ ഉരുവായി വരുന്നതായ എല്ലാ സംഘർഷാവസ്ഥയും ഏതോ ഒരു വലിയ നാശത്തിലേക്ക് വേഗം ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ്. All the pressure situations, the Christ is looming in the whole world, are heralding unto man that the world is moving, impending unto danger. അതങ്ങനെ തന്നെ. എന്നാൽ അതിനു മുൻപ് ഒരു പ്രധാന സംഭവം നടക്കണം, അതാണ് ക്രിസ്തുവിന്റെ പുനരാഗമനം. Definitely that is going to occur, but prior to that something else should occur. That is the second advent of Christ. അഥവാ ക്രിസ്തുവിനായി ഒരുങ്ങി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ സംഘത്തെ ചേർത്ത് നിത്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശു വീണ്ടും ആകാശമേഘങ്ങളിൽ പ്രത്യക്ഷനാകും. In other words, in order to gather all the saints who are prepared and waiting for Christ Jesus, Jesus is going to return for the second time riding upon the clouds. ആകയാൽ സുവിശേഷകൻ ക്രിസ്തുവിന്റെ വചനങ്ങളായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. Therefore the evangelist, as the words of Christ is written, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ. Ye yourself like unto men that wait for the Lord when he will return for the wedding, that when he cometh and knocketh, we may open unto him immediately. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നാം വിശ്വസിക്കുകയും പാടുകയും സന്തോഷിക്കുകയും
കാത്തിരിക്കുന്ന ഒരു ജനതയാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുന്നു. The Lord has transformed us as a group of people who are singing, waiting anxiously for the second advent of Christ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് വരവെങ്കിൽ അവനെ എതിരേറ്റ് നാം അവനോടുകൂടെ നിത്യത്തിലേക്ക് കടന്നു പോകുവാൻ എങ്ങനെ ആയിത്തീരണം എന്നുള്ളത് ഒരു ചോദ്യമാണ്. However, there is a question: how should we be in order to receive the Christ in His second coming? നാം And what manner of people should we be? പലപ്പോഴും കേട്ടിട്ടുള്ളതും നമുക്ക് നന്നായി അറിയാവുന്ന ആ വിഷയങ്ങളെ രത്നച്ചുരുക്കത്തിൽ ഓർപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ എന്റെ ദൗത്യം. All the things that we've already known, I'm going to summarize it in concise words. I'm going to put it before you. ക്രിസ്തുവിന്റെ വരവെങ്കിൽ ഉൾപ്രാപണം പ്രാപിക്കുവാൻ നമുക്ക് വേണ്ട അടിസ്ഥാന യോഗ്യതകൾ മനഃപ്പാടമാണ്. ഒന്ന് മാനസാന്തരപ്പെടണം, അടുത്തത് മുഴുകൽ സ്നാനം ഏൽക്കണം, മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. The fundamental qualifications that are needed for a rapture at the coming of the Christ are well known to all of us. You must repent, you must get immersed baptism, attain the baptism of the Holy Ghost as well. പാപിയെ ചേർക്കാൻ ക്രിസ്തു വീണ്ടും വരുന്നില്ല. പാപികളുടെ രക്ഷയ്ക്കായി ഒരിക്കൽ വന്ന് ജീവനും കൊടുത്ത് ആ രക്ഷാ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞു. Christ is not going to return for a second time in order to gather the sinners. He came for the first time. He laid his life for the sinners and he accomplished the work of salvation already. കർത്താവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷാ നിർണയം പ്രാപിച്ച ഒരു വ്യക്തിയായി മാറണം. You must become a person who believes in Lord Jesus Christ, accepts Him and gets the fullness, the assurance of salvation. എന്നാൽ ഇന്ന് നിർഭാഗ്യവശാൽ അനേകരും രക്ഷ എന്ന അനുഭവം ഏതോ ഒരു നേടാവുന്ന ഏറ്റവും വലിയ ആത്മീയ അനുഭവമാണെന്ന് കരുതി തൃപ്തിപ്പെട്ട് ജീവിക്കുന്നുണ്ട്. Unfortunate to say, many people are satisfied and complacent, thinking that salvation is the greatest thing, the optimum thing that they have to gain. മുഴുകൽ സ്നാനം ഏറ്റ് ആ കർത്താവിന്റെ വരവിനായി ഒരുങ്ങേണ്ടത് ഒരാവശ്യമാണ്. No, not enough with that. It is a necessity that you must get the baptism, being immersed and prepare for the coming of the Lord. പിൽക്കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന പേരിൽ കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരു മുഴുകൽ സ്നാനം വേണ്ട എന്ന് തർക്കിക്കുമെന്നും പിശാചങ്ങനെ വഞ്ചിക്കുമെന്നും കർത്താവിന് അറിയാമായിരുന്നു. God already knew that in the latter days a group of people along with the devil will arise that such an immersing baptism is not needed. അതുകൊണ്ട് ക്രിസ്തു തന്നെ നമുക്കൊരു മാതൃകയായി, തനിക്കൊരു പാപം ഏറ്റു പറയാനില്ല, പാപമോചനം പ്രാപിക്കാനില്ല, എന്നാൽ ക്രിസ്തു നമുക്കൊരു മാതൃകയായി യോർദാനിൽ ഇറങ്ങി സ്നാനമേറ്റു. But Christ Himself became a perfect illustration. He didn't have sins, He didn't need the remission of sins, but as an example He immersed in the Jordan. മുഴുകൽ സ്നാനം ആവശ്യമാണോ ചോദ്യത്തിന് വേറെ ഒരു മറുപടി ആയിട്ടൊന്നില്ല. യേശു അത് ചെയ്തു എങ്കിൽ അത് ക്രിസ്ത്യവർക്കെല്ലാം ആവശ്യമാണ്. No other clarification, no other answer is needed for the question, is water baptism necessary? The sole answer is Jesus did it, so we too have to do it. ഇന്ദിരാഗാന്ധിയുടെ വധത്തോട് ബന്ധപ്പെട്ട് സിഖുകാർക്കെതിരെ വലിയ ലഹളയും ആ കലാപവും അക്രമവും കൊലപാതക പരമ്പരയും അരങ്ങേറുകയുണ്ടായി. In connection with the killing of Indira Gandhi among the Sikh community, there was chaos, strife, confusion and murders. സിഖുകാർ ആ കാലങ്ങളിൽ പല രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറി രക്ഷപ്പെടാൻ നോക്കി. The people of the Sikh community tried to migrate to different other countries. അതിലൊരാൾ അമേരിക്കയിൽ പോവുകയും അവിടെ താമസിച്ചു വരവേ ക്രൈസ്തവ ആരാധനയ്ക്ക് പോവുകയും നമ്മുടെ ഒരു സഭയിൽ താൻ സ്ഥിരമായി ആരാധനയ്ക്ക് പിന്നിലൊന്നിരുന്ന് പോവുകയും ചെയ്യുമായിരുന്നു. Among them, one person went to America and he attended one of our worships, and finally he started to follow our worship regularly and attended. പാടുന്ന പാട്ടുകൾ ശ്രദ്ധിക്കും, പറയുന്ന വചനങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ വന്നു പോകവേ ഒരു ആഴ്ചയിൽ അവിടുത്തെ ശുശ്രൂഷകൻ ഒരു പരസ്യം പറഞ്ഞു, അടുത്ത ഞായറാഴ്ച രാവിലെ ഇവിടെ ഒരു സ്നാന ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞു. He would incline to the songs and enjoy it. He would hearken to the word of God. Likewise, when things were so, the leader of the church made an announcement, next Sunday early morning baptism is going to be conducted here. അതോടനുബന്ധമായി ഒരു വേദപഠനം ഉണ്ടായിരിക്കും. സ്നാനം എടുക്കാൻ തീരുമാനമുള്ളവർ മാത്രമല്ല, സ്നാനം ഏറ്റില്ലെന്ന് വരികയും സ്നാനത്തെക്കുറിച്ചും ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടെ ആ വേദപാഠത്തിൽ പങ്കെടുക്കാം. The leader also added that along with that a Bible class will also be conducted for the same. It's not exclusively meant for the people who take the baptism. Those who want to know more about baptism can also attend that one. ഈ സിഖുകാരൻ സ്നാനമെടുക്കാനൊന്നും തീരുമാനിച്ചില്ലെങ്കിലും വല്ല അറിയാമല്ലോ എന്ന് കരുതി ആ വേദപഠന ക്ലാസ്സിൽ പങ്കെടുത്തു. This Sikh person was least interested to get baptized, but he had the curiosity to know about it, and he was a part of that Bible study. ക്ലാസ് നടത്തിയതായ വ്യക്തി ആദ്യമായി ക്രിസ്തു കാണിച്ചതായ മാതൃകയെക്കുറിച്ച് പറഞ്ഞു. അവനെ ഭൂമിയിൽ ജനിച്ചു, 39 വയസ്സ് പരിശുദ്ധ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി. ആ സമയത്ത് യോഹന്നാൻ പാപികളുടെ മനസ്സാന്തരത്തിനായി സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ മുൻപിലേക്ക് ആ യോർദാൻ നദിയിൽ
ക്രിസ്തു ഇറങ്ങിച്ചെന്ന് യോഹന്നാൻ കൈക്കീഴിൽ യോർദാനിൽ സ്നാനം സ്വീകരിച്ചു. The servant of God started the Bible class and he said that Christ came to this world as a man and under the hands of John the Baptist. After 33 years he started the ministry and he got baptized, immersing baptism in Jordan. ഈ തികറ്റ ഉടനെ ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഒന്ന് നിർത്തണേ, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ? This person abruptly jumped up and said, please stop, I need to clarify this. What you said, is it true? ക്രിസ്തു ഒരു മനുഷ്യന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ ഒരു നദിയിൽ ഇറങ്ങുകയും സ്നാനമേൽക്കുകയും ചെയ്തു. അത് വാസ്തവം തന്നെയാണോ? Christ, he being baptized under the hands of a man, stepping down inside a lake, is that a truth? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ ചരിത്രമാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, ബൈബിളിലെ ഒരു ചരിത്ര ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. The servant of God said, it is the real history. The events are recorded in the word of God. Bible is a historical book. തന്റെ മറുപടി വളരെ ആശ്ചര്യകരമാണ്. താൻ പറഞ്ഞു, എനിക്ക് ഒന്നും കേൾക്കണ്ട, എനിക്ക് സ്നാനപ്പെടണം. ക്രിസ്തു സ്നാനപ്പെട്ടത് വാസ്തവമാണെങ്കിൽ എനിക്ക് സ്നാനം വേണം, കൂടുതൽ സ്റ്റഡി എനിക്ക് ആവശ്യമില്ല. His reply was stunning. You know what he said? I didn't get any further explanation. If Christ is baptized, I too need that baptism. വാസ്തവം ഇങ്ങനെയായിരിക്കും. അനേകർ രക്ഷയിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. പോരാ, സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിക്കണം. This being the truth, this being the reality, sad to say, many people are content with the experience of salvation. No, you must get baptized by the Holy Ghost and take the immersing baptism. പെന്തക്കോസ്ത് സഭയിൽ കൂടി നടക്കുന്നവർ തന്നെയും എത്രയോ പേർ ഇനിയും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് വേണ്ടത്ര താല്പര്യമില്ലാതെയും കാണപ്പെടുന്നുണ്ട്. Even the members of a Pentecostal church, many people are not baptized by the Holy Ghost and seems like they're not at all interested in receiving it. ഒരു റോക്കറ്റോ ഒരു ബഹിരാകാശ വാഹനമോ ഇവിടുന്ന് മുകളിലേക്ക് പറന്നു വീരണമെങ്കിൽ അതിനേറ്റ ശക്തി ആവശ്യമാണെങ്കിൽ ക്രിസ്തു വരുമ്പോൾ ഈ മനുഷ്യരായി നമ്മൾ ശരീരരൂപാന്തരപ്പെട്ട് പറന്നവന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ ശക്തിയില്ലാതെ കഴിയുമോ? പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാത്തവർക്കാർക്കും എടുക്കപ്പെടാൻ കഴിയുകയില്ല. Imagine the case of a rocket or a space shuttle. For it to ascend all the way beyond the clouds, if there is a power that is necessary, for us to be transformed in the twinkling of an eye and to be raised up all the way to the heavens, shouldn't we need the anointing? Yes, anointing is a necessity. ഒരിടത്ത് ഒരു സഭ ആരംഭിക്കുമ്പോൾ ഒരു CSA-കാരനായ മനുഷ്യൻ തന്നാൽ ആവോളം പണം കൊടുത്ത് അവിടെ ഒരു ഫെയ്ത്തോമിന് സ്ഥലം വാങ്ങുവാനായിട്ട് സഹായിച്ചു. In a place when there was a church being embarked, a member of the CSI community, he paid all the wealth and the money and he tried to win a church. തന്റെ കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ടും ചുരുക്കം ചില ആളുകൾ ശ്രമിച്ചിട്ടും പണം തികയാതെ വന്നതിന് തന്റെ ആഹാരത്തിനുള്ള നിലം ഒറ്റി കൊടുത്തിട്ട് ആ പണമെടുത്ത് വസ്തു വാങ്ങിക്കാൻ കൊടുത്തിട്ട് ആ കൃഷി താൻ ഏറ്റെടുത്ത് ചെയ്ത് അതിൻ്റെ മങ്ക് കുത്തി തന്റെ വീട്ടിലുള്ളവർക്ക് ആഹാരം കൊടുത്ത് അത്ര ത്യാഗം സഹിച്ച ഒരു മനുഷ്യനാണ്. Even after giving everything that he had and even after others helping him in order to win that church, since he was not able to do that, he gave a land for borrow and he himself toiled there. He himself did all the hard work, and because of the fruits reaped out of that land, he gave it to the ministry of God and helped them. താൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പെന്തക്കോസ്ത് സഭയിൽ വന്നു. He got saved, he got baptized, he came to the Pentecostal church. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല. But he didn't receive the anointing of the Holy Ghost. ഒരിക്കൽ ഒരു ശുശ്രൂഷകൻ സഭായോഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, Once a worker said so in the church, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവൻ പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിയ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കാൻ പെന്തക്കോസ്തുകാരനെ അല്ല. a person who has not received the power of the anointing that was showered on the day of Pentecost, he is not a Pentecostal person. ഈ മനുഷ്യനത് വലിയ അപമാനമായിട്ട് തോന്നി. This person was totally ഈ embarrassed. ഒരു പ്രസ്ഥാനം ഉണ്ടാകുവാൻ ഞാൻ ആവോളം പ്രയത്നിച്ചതായ ഞാൻ ഒരു പെന്തക്കോസ്തുകാരനല്ലെന്ന് ഈ മനുഷ്യനെ പറയുന്നെങ്കിൽ ഇനി ഞാൻ ഈ സഭയിലേക്ക് വരുന്നില്ല. Me, this person who spent all the wealth, toiled hard for this great institution, if he says that I'm not a Pentecostal person, I'm not going to step inside this church again. വേണമെങ്കിൽ വീട്ടിലിരിക്കാനായിട്ട് തുടങ്ങി. And he started to stay in his house because of strife. മറ്റൊരു വിശ്വാസി എന്ന് പറഞ്ഞു, ആ ശുശ്രൂഷകൻ മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് താങ്കൾ വന്നാട്ടെ തുറന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നു. Another person friendly approached him and said, the worker didn't say anything else, right? He just wanted you to get the baptism of the Holy Spirit. Please come and receive that one. ആരാധന കഴിഞ്ഞ് തന്നെ വിട്ടില്ല. വൈകുന്നേരം അവർ ചില ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. After the worship, they didn't let him go like that. All the people, some group of people stayed together. They incessantly prayed for the anointing to visit him. ആ പ്രാർത്ഥന അവർ അർത്ഥനത്തിലെടുത്തപ്പോൾ വലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് തന്റെ അന്യഭാഷയിൽ നിറഞ്ഞ് സ്ഥലം മറക്കുമാർ അവിടെ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി. When that prayer continued till the midnight, a great power descended upon him. He got the anointing of the Holy Spirit, unknowing of the surroundings.
surroundings, he was leaping, swimming all around. പിന്നെ വീട്ടിൽ പോയ ശേഷം ഭാര്യയോടും മക്കളെയും ആരെയും കണ്ടാലും തനിക്ക് അന്യഭാഷ മാത്രമേ വായിരുന്നു വരൂ, അതുപോലെ ഒരു അഭിഷേകം തനിക്ക് ലഭിക്കാനിടയായി. Thereafter, even after stepping inside his house, on seeing his wife, his siblings, everyone, he just have to speak in tongues. Such a great experience he got. ചോദ്യം, പെന്തക്കോസ്തുകാരല്ലാത്ത പെന്തക്കോസ്ത് സഭയിൽ ഉണ്ടോ ഇപ്പോഴും? Question, those people who claim to be Pentecostal people and are not the Pentecostal people, are you there in the church even now? പരിശുദ്ധാത്മാവിന്റെ വിഷയം പ്രാപിക്കാതെ ഇന്നും ജീവിക്കുന്നെങ്കിൽ കർത്താവിന്റെ നിങ്ങൾ പോകയില്ല എന്ന് ഇവിടെ ഞാൻ പറയേണ്ടി വരുന്നതിൽ അല്പം ഖേദത്തോടെ പറയുകയാണ്. With grief, I have to tell you today that if you're living your life without the Holy Spirit, you will not be taken up at the coming of the Lord. നിങ്ങൾ കർത്താവിന് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ ജനത്തിന് വേണ്ടിയോ സുവിശേഷത്തിന് എന്തെല്ലാം ചെയ്താലും ആത്മാവ് ശക്തിയില്ലാതെ എടുക്കപ്പെടാവതല്ല. You might do tall deeds for the church, for the ministry, for God, but without the power of the anointing, if you do it, you will not be raptured. യേശുവരാറായി അവനെ വരവും കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ ആരാധന കഴിഞ്ഞ് മടങ്ങിച്ചെന്ന് ബാക്കി എല്ലാ പ്രോഗ്രാം കട്ട് ചെയ്തിട്ട് ദൈവശ്രീ അഭിഷേകം പ്രാപിച്ചിട്ട് മാത്രമേ നീ ഇരിക്കുന്നിടന്ന് എഴുന്നേൽക്കാവൂ. അങ്ങനെയെങ്കിൽ നിനക്ക് കർത്താവിൽ എടുക്കപ്പെടാൻ കഴിയും. The time has come for Jesus to come. After quitting this worship, you have to go home, evade all the other works, stay rooted in the place where you are, and do not get up until you receive the anointing. If so, you will be caught up in His coming. മാത്രമല്ല കർത്താവിന്റെ ശരീരം രൂപാന്തരപ്പെടണമെങ്കിൽ ദൈവിക രോഗശാന്തി അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കണം. Moreover, for your body to be transformed at the coming of the life of the word of God, you must have the experience of the divine healing. ക്രിസ്തുവിന് മരിച്ച ഒരു വ്യക്തി, അടക്കം ചെയ്യപ്പെട്ട വർഷം കഴിഞ്ഞ ഒരു വ്യക്തി കാഹളം നിൽക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു രൂപാന്തര ശരീരത്തോടെ കർത്താവിലേക്ക് പോകണമെങ്കിൽ, a person who is dead in Christ, who is buried for years beneath the soil, when the trump sounds for him to be raised up and to be collected with Christ, വ്യക്തി മരിക്കും മുമ്പേ അതിനേറ്റ വിശ്വാസത്തോടെ മരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. before that person dies, he must die with such a great faith. ഞാൻ മരിച്ച് മണ്ണോട് ചേർന്നാലും കാഹളം നിൽക്കുമ്പോൾ ഉയർക്കുമെന്ന് ഞാൻ പാടുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥനയാൽ മാത്രം രോഗശാന്തി അനുഭവിക്കത്തക്കൊണ്ട് വിശ്വാസമില്ലാതിരുന്നാൽ അതൊരു വിരോധാഭാസമല്ലേ? As I believe, as I pray, as I get filled in the Spirit by saying that even if I die and am beneath the soil, when the trumpet sounds, I'll be raised up. And if you're not believing in the faith of divine healing, is that a paradox? വരവിന്റെ പാട്ടുകൾ പാടി ആനന്ദിക്കുന്നവരെ, പ്രാർത്ഥനയാണ് രോഗശാന്തി അനുഭവിക്കത്തക്കവണ്ണം വിശ്വാസമുള്ളവരായി വളരുവീൻ. People who are singing different songs and enjoying, for you to experience divine healing through prayer, grow in your faith. തന്റെ വരവെങ്കിൽ നിങ്ങൾ ആരും കൈവിടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം ഇന്ന് ഒരിക്കൽ കൂടെ ഈ ദൂതം നമ്മളെ കേൾപ്പിക്കുകയാണ്. Since the Lord is not at all willing that anyone should be left behind in His coming, today the Lord is announcing this meeting again to you. അടിസ്ഥാനപരമായ മറ്റൊരു ആവശ്യം അപ്പോസ്തലിക ഉപദേശമാണ്. Another fundamental need is the apostolic doctrine. നാം ഇന്നലെ കേട്ടതുപോലെ കേൾക്കുന്ന ഉപദേശമെല്ലാം അപ്പോസ്തലികമല്ല. As we heard yesterday, all the messages that we hear are not the apostolic doctrines. അപ്പോസ്തലിക ഉപദേശം നൽകണമെങ്കിൽ അപ്പോസ്തലിക പ്രതിഷ്ഠയുള്ള ഒരു ശുശ്രൂഷകനായിരിക്കണം. If you have to receive the apostolic doctrine, you must be a member of the church with a consecrated apostolic doctrine. താന്റെ വരവുകൾ എടുക്കപ്പെടുവാൻ നിങ്ങൾ ഒരുങ്ങത്തക്കവണ്ണം അപ്പോസ്തലിക ഉപദേശം പറയുന്നതായ വ്യക്തി ആരെന്ന് കണ്ടെങ്കിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകനാണെന്ന് കണ്ടെത്തി അവനോടുകൂടെ കൂട്ടായ്മ ആചരിച്ച് ആ ഉപദേശം കേട്ട് വളരണം. For you to be prepared for the coming of the Lord, for you to be assured in your apostolic doctrine, you have to find out a consecrated servant of God and be firm in the doctrines along with him. ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകൻ അവൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും സീറോയിൽ നിന്ന് വേണം തുടങ്ങുവാൻ. A consecrated servant of God, when he marks the beginning of his ministry, he must begin all the way from naught. ഒരു യവനക്കാരന് കർത്താവ് പറഞ്ഞത് സകലവും വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ ഇപ്പോൾ ധനവാനാണ്, നീ നിന്നെ തന്നെ ദരിദ്രനാക്കിയിട്ട് എന്റെ പിന്നാലെ വരി. Unto a youngster Jesus said that now you are rich, but you must empty yourself, be poor, sell everything to the poor and then follow me. നിങ്ങൾക്കുള്ളതായ വീടും വസ്തുവും ബാങ്ക് സമ്പാദ്യവും എല്ലാം വെച്ചുകൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകനായി ആരംഭിക്കാവതല്ല. Holding your bank balance, holding your house, holding all your possessions, don't fancy that you can begin as a consecrated servant of God. ഇതെല്ലാം ദൈവത്തിന് വേലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഒന്നുമില്ലാത്തവരായി വെറും കൈയായി വിശ്വാസത്താൽ വേല ആരംഭിക്കണം. Giving it all to the ministry of God, empty handed, without anything, you must embark your ministry. എന്നാൽ അങ്ങനെയും പോരാ, അവസാന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ മരിക്കുമ്പോഴും രണ്ട് കൈയും ശൂന്യമായിരിക്കണം. No, it's not over with that. When you reach the final lap of your ministry and when you finish it, you must die empty handed. ഇന്ന് ശുശ്രൂഷ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന പലരും ഒരു വേള തുടങ്ങുമ്പോൾ സീറോ ആയിരിക്കാം,
പക്ഷേ അവരവസാനിക്കുമ്പോൾ അനേക സീറോകളുടെ സ്വത്തുമായിട്ടാണ് മരിക്കുന്നത്. Today many people, when they start their ministry, they would have zero bank balance, but at the end time of their ministry, so many zeros would be added to the digit list. അവര് ശുശ്രൂഷയിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയെടുത്തതായ കെട്ടിടങ്ങൾ, സഭകൾ, അവരുടെ ബാങ്ക് ബാലൻസ്, ഇതിനെല്ലാം അനന്തരാവകാശികളായി മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ അല്ലെങ്കിൽ മറ്റുള്ള സഹപ്രവർത്തകരോ തമ്മിലടിക്കുന്ന ഒരു ഗതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. We are seeing a fate in which the sky-kissing towers, the buildings, the institutions that they have reared up, the heirs, the followers, the following generation are combating against each other to win it now. ഇന്ന് ശുശ്രൂഷയ്ക്ക് വന്ന വർഷങ്ങൾ കഴിയുമ്പോൾ അതേ നികുതി കൊടുക്കാതെ ED ഭയന്ന്, ഒരു അറസ്റ്റ് ഭയന്ന്, ജയിൽവാസം ഭയന്ന് വിദേശത്തോട് ചേക്കേറുന്ന കാഴ്ചയും കാണുകയാണ്. We can even see a pitiable plight in which people are not paying the taxes, being scared of the ED, they are fleeing abroad. ആണെങ്കിലും വെളിപ്പാടില്ലാത്ത മനുഷ്യര് അവരെയും പിൻപറ്റുവാനുണ്ട്. അതാണ് ഏറ്റവും ആശ്ചര്യമായ വിഷയം. The most surprising aspect is that even though there are no people lacking revelation, even that to follow these people. ഒരു വാസ്തവം പറയട്ടെ, ഏതോ ഒരു വിഷയവും പഠിപ്പിക്കുവാൻ അതിനേറ്റ യോഗ്യതയുള്ളവർ ആവശ്യമായിരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവുകൾ പോകുവാൻ നിങ്ങളെ അപ്പോസ്തല ഉപദേശം പഠിപ്പിക്കേണ്ടതിന് പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകനെ സാധ്യമാകൂ. Let me tell you a truth, like a perfect teacher is needed to teach any particular subject, a perfect saint of God, a consecrated servant of God is required to prepare you for the coming of the Lord. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ശുശ്രൂഷകളിൽ മാത്രമേ നമുക്കൊരു ശുദ്ധീകരണവും പൂർണ്ണതയും വളർച്ചയും ഉണ്ടാകുകയുള്ളൂ. Only through the ministry of such group of consecrated servants of God can we have the experience of purification, of growth, and finally perfection. ക്രിസ്തു താൻ പറഞ്ഞതുപോലെ വീണ്ടും വരും, അന്ന് അവനായി ഒരുങ്ങിയിരിക്കുന്നവർ എടുക്കപ്പെടും. Sure, Jesus, as he said, he will return, and those who are prepared for him on that day, they will be taken out. അവിടുന്ന് വരുമ്പോൾ നമ്മളെ എങ്ങനെ കാണുവാനാണ് ആഗ്രഹിക്കുന്നത്? And when he makes his advent, what does he decide to see us as? എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, Ephesians chapter 5 verses 26 and 27. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻ നിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു കഷ്ടങ്ങൾ പൂർണ്ണമായി സഹിക്കേണ്ടതിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. In order to suffer all the sufferings, Jesus gave away himself. അവിടുന്ന് ക്രൂശിൽ നൽകിയതായ അനുഭവിച്ച കഷ്ടങ്ങളെല്ലാം ഒരു വിലയായിരുന്നു. ആ വില കൊടുത്ത് എന്തോ ഒന്നിനെ സ്വന്തമാക്കുവാൻ. All the sufferings that he endured on the cross, that was a price that he had to pay to win something else. എന്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് തന്നെത്താൻ ഇതിനെല്ലാം നിന്നു കൊടുത്തത്, ഏൽപ്പിച്ചു കൊടുത്തത്? Why did he yield and surrender himself? What for did he want to win? ഒരു മാലിന്യം, കറ, വാട്ടം, ചുളുക്കൊന്നുമില്ലാത്ത ശുദ്ധയായ തേജസ്സോടെയുള്ളൊരു സഭയ്ക്ക് വേണ്ടി. For a glorious church without spot, wrinkle, blemish or any such thing. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന സഭയ്ക്ക് മാലിന്യം ഉണ്ടായിരിക്കരുത്. The church of God waiting for the coming of the Lord, they should not be defiled. ലോകക്കാരാലും നമുക്കുണ്ടാകുന്ന ഒന്നാണ് ഈ മാലിന്യം. This defilement is something which is caused by the world and the members of the world. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ, In James chapter 1 the 27th verse, ലോകത്താലുള്ള കറപറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവൻ എന്ന് വായിക്കുന്നു. we read about the one that keeps himself from being spotted from the world. ഈ ലോകത്താൽ കറപ്പെടാതെ വണ്ണം ഒരു ദൈവപൈതൽ തന്നെത്താൻ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അവന്റെ ശരീരം രൂപാന്തരപ്പെടുകയുള്ളൂ. Only if a child of God keeps himself from being spotted from the world will his body be transformed at the coming of the Lord. അവനെ മാലിന്യപ്പെടുത്തുവാൻ സാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളും അവൻ ഒഴിഞ്ഞു മാറി ജീവിക്കണം. He must evade, keep off all the situations that are prone to defile him. എല്ലായിടത്തും പോയി എല്ലാവരും സഹകരിച്ച് എല്ലാം അനുഭവിച്ച് ഒന്നും കർത്താവിനവരും എടുക്കപ്പെടാമതല്ല. Going anywhere they want, dealing with whichever people they want, experiencing whatever, that will not help you to be raptured at the coming of the Lord. തികച്ചും ഒരു വേർപാട് ജീവിതം വേണം. An exclusively separated life is required. കൽക്കരി ഖനി സന്ദർശിക്കുവാൻ ചില ആളുകൾ വന്നു. Some people went to see this coal industry. അതിൽ ഒരു മനുഷ്യൻ അവിടുത്തെ കാവൽക്കാരൻ ചോദിച്ചു, എനിക്ക് ഈ ഖനിയൊക്കെ നടന്നു കാണാൻ അനുവാദമുണ്ടോ എന്ന് ചോദിച്ചു. A man asked the watchman over there, do I have the permission to linger around and see all this stuff? ഉണ്ട്, അനുവാദമുണ്ട്. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ അകത്തോട്ട് പോയാൽ തിരിച്ചു വരുമ്പോൾ
നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഈ വെള്ള നിറം കാണുകയില്ല എന്ന് പറഞ്ഞു. Of course, you do have the permission, but let me give you one notice in advance. Once you go inside and come back, the brightness of your dress will be lost. കൽക്കരി ഖനിക്കുള്ളിൽ പോയിട്ട് വരുന്ന മനുഷ്യന്റെ വെള്ള വസ്ത്രം ഒരു തനി കറുപ്പ് വസ്ത്രമായി മാറിയിരിക്കും. A man who goes inside the coal industry and makes his comeback, his white garment would be dark. എന്റെയും ജീവിതത്തെ മാലിന്യമേക്കാതെ കാത്തുകൊള്ളണമെങ്കിൽ അത് മാലിന്യപ്പെടാവുന്ന സാഹചര്യങ്ങളെ വിട്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. In order to preserve yours and mine life from being defiled or polluted, we must keep it off from all the defilement. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചുറ്റിപ്പറ്റി നിൽക്കുകയല്ല, പിന്നെയോ നീ അത് വിട്ട് ഓടുന്നവനായിരിക്കും. It is not that we linger or stay close to such situations, but instead we must flee away from it. ബൈബിൾ കാഴ്ചവെക്കുന്ന കറതീർന്ന വിശുദ്ധന്മാർ ഒരാളാണ് ജോസഫ്. അവൻ ഒരിക്കൽ മാലിന്യപ്പെടാവുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. Joseph was one among the spotless saints introduced by the word of God, and a situation arose for him to be blemished, but he escaped. He ran away from that place. മാലിന്യമില്ലാത്ത സഭയ്ക്ക് വേണ്ടി ക്രിസ്തു വരുന്നു. Jesus is coming for an undefiled church. മാത്രമല്ല ലോകക്കാരാൽ നാം മാലിന്യം ഭവിക്കരുത്. And particularly we must not be defiled by the people of the world. നമ്മെ മലിനപ്പെടുത്തുവാൻ സാധ്യതയുള്ള വ്യക്തി എന്ന് കണ്ടാൽ അവരോട് ഏറ്റവും അകന്ന് ജീവിച്ചു കൊള്ളണം. If we see that this person is prone to defile us, keep a distance away from that person. നീ അനാവശ്യമായി മറ്റുള്ളവരോട് ഇടപെടക്ക് ജീവിച്ചിട്ട് എനിക്ക് മാലിന്യം ഭവിച്ചുപോയി, വീഴ്ച ഭവിച്ചുപോയി എന്ന് പരിതപിച്ചിട്ടും പരാതിപ്പെട്ടിട്ടും വേറെ വിശേഷതയൊന്നുമില്ല. Unnecessarily, if you blend and if you merge with all these people and finally lament that I am polluted, there is no use of it. നിനക്ക് ദൈവം തന്നിട്ടുള്ളതിനെ, വിലപ്പെട്ടതിനെ, ഏറ്റവും ശ്രേഷ്ഠമായതിനെ ആരെ അപഹരിക്കാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ മാത്രം കടമയാണ്. Oh, the precious thing, the most valuable thing that the Lord has given you to preserve within a spotless way, it is your sole responsibility. അങ്ങനെ ആയിരിക്കണമെങ്കിൽ ദാനിയേലിനെ പോലെ ഒരു ഉറച്ച നിലപാടുണ്ടായിരിക്കണം. For us to be so, we must have a firm stand like Daniel. നോ പറയേണ്ടിടത്ത് നോ തറപ്പിച്ച് പറയാൻ നീ പഠിച്ചിരിക്കണം. In the places where a no is required, learn to say no very firmly. ഏത് സാഹചര്യത്തിലും അങ്ങനെ ജീവിച്ചു എന്നുള്ളതാൽ പ്രാഗൽഭ്യം നിന്റെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. You must have the confidence in your heart that in any situation I lived an impeccable life. ഒരു പയ്യൻ ജോലി തേടി ഒരു കപ്പലിൽ ജോലിക്കായിട്ട് ചേർന്നു. A young man seeking his job finally ended up doing a job in a cruise ship. അവൻ ചെറുപ്പം മുതൽ അമ്മയാൽ നല്ല ഭക്തിയോട് അഭ്യസിപ്പിക്കപ്പെട്ടവനായിരുന്നു. From a tender age he was trained in a godly way by his mother. പ്രത്യേകിച്ച് എവിടെ പോയാലും ലഹരി വസ്തുക്കൾ, ചൂതുകളി, മദ്യപാനം വീണെല്ലാം വിട്ടുനിൽക്കണമെന്ന് അമ്മ അവനെ പഠിപ്പിച്ചിരുന്നു. His mother has strictly taught him that wherever you go, stay away from all the intoxication, the drugs and all the bad habits. അവൻ ജോലിക്ക് മുമ്പേ അമ്മയുടെ കയ്യെ പിടിച്ച് സത്യം ചെയ്തു, അമ്മ എന്നെ പഠിപ്പിച്ചതിനപ്പുറമായി ഞാൻ എവിടെ പോയാലും ഒന്നും ചെയ്യുകയില്ല, തന്നെത്താൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. Before setting out for his profession, the young man held the hand of his mother and said that, "Mother, like you've taught me, I promise you wherever I go I will stay away from all the bad traits." കപ്പലുള്ളതായ ജോലിക്കാരൊക്കെയും സ്ഥിരം ചൂത് കളിക്കുകയും മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അടിപിടിക്കുകയും കറങ്ങുവോടെല്ലാം സ്ഥിര പരിപാടിയാണ്. But all the members of that ship used to play rummy and take part in all the bad habits incessantly. ഇവൻ അതിലൊന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കണ്ട് അവർക്ക് അവനോട് ആദ്യം നീരസം തോന്നി, പിന്നെ അവനോട് വലിയ പകയും അവനോട് വലിയ വൈരാഗ്യ ബുദ്ധിയും ഉണ്ടായി. First of all, when they strayed apart, those people were grieved at him, but later they had hatred and revenge against this person. ഒരിക്കൽ മദ്യപിച്ച് ഇരിക്കുമ്പോൾ ഇവരെല്ലാരും കൂടി ഇവനെ ആ കടലിൽ എറിഞ്ഞ് കൊല്ലുവാൻ തീരുമാനിച്ചു. Once when all the members of the crew were drunk, they made a decision to hurl this man inside the sea and kill him off. അവനോട് പറഞ്ഞു, നിന്നെ കടലിൽ എറിഞ്ഞ് കൊല്ലാൻ പോവുകയാണ്, നിനക്ക് അവസാനമായി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? They scared him by saying that we are going to fling you to the sea and kill you. Do you have any last words? അവൻ പറഞ്ഞു, എന്റെ വിശുദ്ധിയെ കാത്ത്, ഞാൻ എടുത്തതായ പ്രതിജ്ഞയെ കാത്ത് മരിക്കുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ, എന്നാൽ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. The young man said that it is happy, a gleeful matter for me to die for the sake of the truth, the holiness that I hold fast to, but I have one thing to say. ഞാനൊരു എഴുതി തരും, എനിക്കൊരു അമ്മയുണ്ട്, എന്റെ അമ്മയുടെ കയ്യിൽ നിങ്ങൾ എങ്ങനെ എത്തിക്കണം. I am going to inscribe a letter for you and give that letter to my mother, please. ആ എഴുത്തിൽ അവൻ എങ്ങനെ എഴുതിയിരുന്നു? These were the words that he wrote in the letter. അമ്മേ, ഞാൻ അമ്മയോട് ചെയ്തതായ ഉടമ്പടി പ്രകാരം ഇന്ന് വരെ ഞാൻ ജീവിച്ചു. Dear mother, based on the covenant, the promise that I gave you, I lived my life so far. കൂടെയുള്ളവരുടെ തിന്മകളോട് ഞാൻ പൊരുത്തപ്പെടാത്തതിനാൽ അവരാൽ ഞാൻ കൊല്ലപ്പെടുകയാണ്. Since I was not merging with the evil doings of the people around me, I'm going to be finished off by their hands. പക്ഷേ അമ്മയുടെ പ്രിയപ്പെട്ട മകൻ അമ്മയോട് ചെയ്ത ഉടമ്പടി പ്രകാരം
ഒരു മാലിന്യമില്ലാതെ അവസാനം വരെ ജീവിച്ചെന്ന് സന്തോഷത്തോടെ എൻ്റെ അമ്മ അറിഞ്ഞാലും എന്ന് എഴുതി വെച്ചു. But happily, mother, you must know that the beloved son of yours, he lived a life away from all the defilements, an impeccable life. ഇവിടെ ആയിരിക്കുന്നതായി യൗവനക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് പോകുമ്പോൾ, പഠനവിദ്യാഭ്യാസ സ്ഥലത്ത് പോകുമ്പോൾ, നിങ്ങൾ അന്യരോട് ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കടപ്പാട്, ഒരു വിധേയത്വം അപ്പനോടും അമ്മയോടും സന്ദർശക അധ്യാപകരോടും ശുശ്രൂഷകരോടും സർവോപരി ദൈവത്തോടും കാത്തുകൊള്ളുന്നുണ്ടോ? And to the youngsters over here, let me pose a question. When you go to your educational institutions or your working place, do you have such a commitment, a responsibility and obligation to the parents, to the Sunday school teachers or the workers in the church of God? ഇതുവരെ അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് മുതൽ തീരുമാനമെടുത്ത് ഒരു മാലിന്യപ്പെടാത്ത ജീവിതം നയിച്ചുകൊള്ളുക. നിന്റെ അമ്മ സന്തോഷിക്കട്ടെ, ജനിപ്പിച്ച അപ്പൻ സന്തോഷിക്കട്ടെ, നിന്നെ വചനം പഠിപ്പിച്ച അധ്യാപകർ സന്ദർശക അധ്യാപകർ സന്തോഷിക്കട്ടെ, സർവോപരി ദൈവം നിന്നെ കുറിച്ച് അഭിമാനം കൊള്ളട്ടെ. If you have failed to live such a life hitherto, here on, take a decision to live such a life. Let the teachers who reared you up, let the parents who brought you up, and moreover, let God above rejoice over it. മലിനപ്പെടാതെ ജീവിക്കുന്നവരോട് കർത്താവ് ഒരു വാഗ്ദത്തം നൽകുന്നുണ്ട്. Unto those who are living an undefiled life, the Lord is giving a promise. അതാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. In Revelation chapter 3, the 4th verse, we read it. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. Thou hast a few names even in Sardis, which have not been defiled in their garments. They shall walk with thee in white, for they are worthy. Him that overcometh shall be clothed with the white raiment. ജീവന്റെ പുസ്തകത്തിൽ ഞാൻ അവന്റെ പേര് മായ്ച്ചു കളയാതെ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും ഞാൻ അവന്റെ പേര് അഭിമാനപൂർവ്വം ഏറ്റുപറയും. I will not blot out his name out of the book of life. I will confess his name before my Father and before his angels boldly, proudly. മാലിന്യപ്പെടാതെ ജീവിത വസ്ത്രത്തെ വെറുതെയായി സൂക്ഷിക്കുന്നവരെ കർത്താവിനോടുകൂടെ നിങ്ങൾ നിത്യതയിൽ നടക്കും. Ye who are leading a life devoid of any undefilement, keeping your raiment white and holy, you are going to walk with the Lord. ജീവന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ പേര് അതിൽ കാണപ്പെടും. When the book of life is unfolded and read out, your names shall be in it. നീ നിത്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ രക്ഷകൻ പിതാവിന്റെ മുൻപാകെയും കോടി ദൂതന്മാരുണ്ടാകുകയും നിന്റെ പേരേറ്റു പറഞ്ഞ് അഭിമാനപൂർവ്വം പറയും, ഇവൻ എനിക്ക് വേണ്ടി വേർപെട്ട് മാലിന്യപ്പെടാതെ ജീവിച്ചവനാണെന്ന് പറയും. When you finally reach the thresholds of eternity, your Savior will open the books, say to the Father and all the host of angels, this person lived a separated life wholly for me. ഇങ്ങനെ ഒരു ഭാഗ്യപദവി ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. അടുത്തത് കറയില്ലാത്ത മണവാട്ടിക്ക് വേണ്ടി ക്രിസ്തു വരുന്നു. The next theme is Christ is coming for a bride which is spotless. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് യേശുരത്താൽ കഴുകപ്പെടാതെ ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കറയായി മാറും. If a mistake is committed for the first time and if you're not blotting it out by the blood of Jesus and doing it recurringly, that is called as something else. രക്ഷിക്കപ്പെട്ടിരിക്കാം, സ്നാനമേറ്റിരിക്കാം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കാം, എങ്കിലും ഏതെങ്കിലും മാനുഷികമായ ഏതെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനെ തന്നെ മനസ്സാവപ്പെട്ട് യേശു രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കൊള്ളണം. You might be saved, you might have taken the baptism of the Holy Ghost, you might be baptized in the water, but if a mistake happens, abruptly you confess that in the sake of Jesus and get the forgiveness. അത് ഏറ്റുപറയാതെ വെച്ചിരുന്നാൽ, യേശു രക്തത്താൽ കഴുകപ്പെടാതിരുന്നാൽ കറയുള്ളവനായി മാറും. ക്രിസ്തു വരുമ്പോൾ രൂപാന്തരപ്പെടാൻ കഴിയാതെയാകും. If you keep it over there without blotting it away by the blood of Jesus, you will be stained, and when the coming of the Lord is coming, you will not be raptured. ക്രൂശിൽ മരിച്ചവൻ ഇന്ന് നമ്മളോട് എത്ര കരുണയുള്ളവനാണ്. This person who died on the cross, how much merciful is he to us today? രക്ഷിക്കപ്പെട്ട ശേഷവും സ്നാനപ്പെട്ട ശേഷവും പെന്തക്കോസ്തുമാർക്ക് വന്ന ശേഷവും എത്രയോ തെറ്റുകൾ കർത്താവിന്റെ മുറിവുകളെ വേദനിപ്പിക്കുന്നതായി വന്നു പോകുന്നു. എന്നിട്ടും കർത്താവ് ക്ഷമിക്കുന്നില്ലേ? Even after getting saved, even after taking baptism, even after receiving the Holy Ghost, we are doing many mistakes that scar the wounds of Jesus, but still the Lord is forgiving us, right? വിശ്വാസിയായ സഹോദരി ഒരു ദർശനം കണ്ടു. A believer sister once beheld a vision. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ക്രൂശിൽ കിടക്കുന്നു. Christ being crucified is hanging on the cross. അവന്റെ ശരീരത്തിന് മുറിവുകൾ രക്തം ഇങ്ങനെ വാർന്നൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. And from the scars of his
his body, blood is oozing out. ഈ കാഴ്ച കണ്ട ഹൃദയം തകർന്ന ആ വിശ്വാസി ചോദിച്ചു, കർത്താവേ, അങ്ങ് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടകി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയെന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നിട്ട് 2000 വർഷമായും അവിടുത്തെ മുറിവുകൾ ഇതുവരെയും ഉണങ്ങിയിട്ടില്ലേ? Heartbroken on seeing this sight, that woman is saying, Master, it is said in the word of God that you died, you got buried, and you rose up, and 2000 years have passed by. Has your scars not been healed yet? കർത്താവ് പറഞ്ഞ മറുപടി, എന്റെ ജനം എന്റെ മുറിവുണങ്ങാൻ സമ്മതിക്കുന്നില്ല. The Lord said a reply, my people, my own people, they're not allowing my scars to be ഓരോ healed. തെറ്റുകൾ ചെയ്യുമ്പോഴും കർത്താവേ ക്ഷമിക്കണമേ, രക്തത്താൽ കഴുകണമേ, ഇനി ഒരിക്കൽ കൂടെ സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് മനസ്സറിഞ്ഞ് കരുണ തോന്നി എന്റെ രക്തം ഒഴുക്കി കൊടുത്ത് അവരുടെ പാവത്തെ കഴുകിക്കളയുന്നു. Every time after they've done a mistake, they confess, oh Lord, forgive me, wash me with thy blood. I'm not going to repeat these sins once again. I'm being merciful and I wash all these sins by my blood. അതേ പ്രിയമുള്ളവരെ, ഇന്ന് യേശുവിന്റെ രക്തം നമുക്ക് ലഭ്യമാണ്. നീ തെറ്റുകളെ കയറ്റു പറയാതെ വെച്ചുകൊണ്ടിരിക്കരുത്. അതിന് യേശു രക്തത്താൽ കഴുകപ്പെടാതെ നീ പിന്നെയും തെറ്റുകളെ ആവർത്തിക്കരുത്. കറ നിന്നെ പിടിക്കരുത്. Beloved people of God, even today the blood of Jesus is available for you. After doing the mistakes, do not keep the stain over there by not repenting over it and without confessing over that sin. തെറ്റുകളെ ഏറ്റു പറഞ്ഞാൽ അവന്റെ രക്തം കഴുകി നിന്നെ ശുദ്ധീകരിക്കും, അവൻ നിന്നെ നീതീകരിക്കും. ദൈവം നിന്നെ നീതീകരിച്ചെന്നുള്ളതായ ഒരു നിശ്ചയം ഹൃദയത്തിൽ വരുവരേക്കും നീ മനസ്താപപ്പെടണം, കരയണം, രക്തത്തിൽ ആശ്രയിക്കണം. If you confess your sin, the Lord is going to wash it. He is going to justify you. Since you have the firmness, the assurance that your sins are forgiven to you, you must continue a remorse heart. ഒന്നുകൂടെ പറയട്ടെ, കർത്താവേ, കുറവുകളും കുറ്റങ്ങളും തെറ്റുകളും പോരായ്മകളൊക്കെ വന്നുപോയി, ക്ഷമിച്ചേക്കണ, രക്തത്തിൽ കഴുകണമേ. ഇങ്ങനൊരു ഉഴപ്പൻ പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കുകയില്ല. Let me add one more thing. A lazy prayer by simply chanting that, oh Lord, mistakes, faults have come, kindly wash me and cleanse me. തെറ്റ് സംഭവിച്ചുവെന്ന് യഥാർത്ഥമായ കുറ്റബോധത്തോടുകൂടെ ഹൃദയം തകർന്ന് കണ്ണുനീരോടുകൂടെ ഏറ്റുപറയുന്നെങ്കിൽ മാത്രമേ അവൻ രക്തത്താൽ കഴുകൽ ലഭിക്കുകയുള്ളൂ. അതല്ലാതെ ദൈവം നിന്നെ നീതീകരിക്കുകയില്ല. You must have a real conviction that I have committed a sin. Oh Lord, forgive me. With tears you must cry unto the Lord with a broken heart, without which your sins will not be washed away. ശരിയായി ഏറ്റുപറഞ്ഞാൽ, ദൈവത്തിന് ബോധ്യം വരുമാറ് മനസ്സാവപ്പെട്ടാൽ അവൻ രക്തം കഴുകുകയും അവൻ നിന്നെ നീതീകരിക്കുകയും നിന്റെ ഉള്ളിൽ ഒരു സമാധാനം, എന്നെ ദൈവം ക്ഷമിച്ചിരിക്കുന്നു, എന്നെ നീതീകരിച്ചിരിക്കുന്നുള്ളതായി നിശ്ചയമുണ്ടാകും. If you properly confess, if you repeatedly confess, and finally you convince God to forgive it, then you will have a great peace in your heart that finally the Lord has washed away my sins. I am justified now. കറയില്ലാത്ത മണവാട്ടിക്കായി യേശു വരുന്നു. Jesus is coming for a spotless bride. വാട്ടമില്ലാതിരിക്കണം. Further, we must be without any scrope. മനസ്സ് മടുത്ത സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വാട്ടം എന്ന് പറയുന്നത്. The fading nature is we being fed up in our mind and we don't want to pull over again. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. A gleeful heart is causing the face countenance. ഒരു ദൈവവൈതൽ ഏത് സാഹചര്യത്തിലും മുഖത്തിന് വ്യത്യാസമില്ലാതെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. A child of God is called to live a life without of any difference according to the situations. പ്രകൃതി അനുകൂലമെന്നും പ്രതികൂലമെന്നുള്ള വാക്ക് ഒരു വിശ്വാസർ വായിന്ന് വരേണ്ട ആവശ്യം വരുന്നേ ഇല്ല. There is no use for the believers to chant that the nature of the situations is favorable or unfavorable. പ്രകൃതിയെ നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നു. God has given us the nature for us. ദൈവം ഉടമ്പടി ചെയ്തു, ഭൂമിയുള്ള കാലത്തോളം മഴയും മഞ്ഞും വെയിലും ഇല്ലാതെ പോകയില്ല. God has already laid a covenant. Till the earth will last, dew and rain shall fall, it will not cease. അതെ, ഏത് സാഹചര്യത്തിലും ആ സാഹചര്യത്തെ ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവനാണ്, സന്തോഷത്തോടെ മുഖപ്രസാദിരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. A true believer is the one who stays with a gleeful face and a merry heart in the midst of any adverse situation. ചില ആളുകൾക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസം വരുമ്പോഴേ ഞാൻ ആകെ തകർന്നു പോയി. എന്നാൽ സാക്ഷി കേൾക്കണം, ഭാര്യമാര് സാക്ഷി പറയും, ഇന്ന് പ്രിയപ്പെട്ടവൻ വന്നിട്ടില്ല, പിന്നെ ജലദോഷത്താൽ വളരെ ഭാരപ്പെടുന്നു, ഇന്ന് വന്നിട്ടില്ല. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കും. Some people, for a minor issue, they are afflicted, they say complaints, but at the time of testimony they say, my wife has not come here because she is cold and afflicted, please pray for her. ജലദോഷമാണെന്ന് പറഞ്ഞാൽ സാരമില്ല, ജലദോഷം പ്രിയപ്പെട്ടവൻ ആകെ അങ്ങ് ഭാരപ്പെടുവോ, എന്റെ ഭൂമിയിലെങ്ങും ആർക്കും വരാത്തൊരു, ആ സൗഖ്യമാകാത്തൊരു മാരക രോഗം.
If they simply say that that woman is afflicted with cold, it is fine. But they are saying she is buried, she's burdened and sick with this cold. Please pray. That is an unceasable disease, seems like it. ഒരു ജലദോഷം മുൻപാകെ നീ ഭാരപ്പെട്ട മുഖം മാറുന്നവനാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എടുക്കപ്പെടുന്നത്? If you are burdened and if your face is changing with a simple cold, how can he expect you to be raptured? യോവന് വന്ന പരീക്ഷ നമുക്ക് ആർക്കും വന്നിട്ടില്ല. The job that Job has faced, no one else has faced that trial. എന്നാൽ യോവന്റെ പുസ്തകം 29-24 വായിക്കുമ്പോൾ But in the book of Job chapter 29, the 24th verse we read, അവൻ ഇങ്ങനെ പറയുകയാണ്, ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചാൽ പോലും അവരെ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. he says that even if I look at him and pass a grin, he is not prepared to believe it. അഥവാ അവര് നോക്കിയാണ്, ഈ മനുഷ്യൻ ചിരിക്കുക തന്നെയാണോ? ഈ 10 മക്കളും മരിച്ചുപോയ ഈ മനുഷ്യൻ, സമ്പത്തെല്ലാം പോയതായി മനുഷ്യൻ, ഇത്ര രോഗിയായിത്തീർന്ന മനുഷ്യൻ, പുള്ളി ചിരിക്കുക തന്നെയാണോ, നമ്മളെ കളിയാക്കുകയാണോ? അവർക്ക് ഒരു വിശുദ്ധൻ തന്റെ കഷ്ടത്തിന്റെ പാരമ്യത്തിലും മുഖത്തിന് പ്രസാദം വിടാതിരിക്കുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. They are thinking, is this person really laughing even after losing all the kids, even after losing all the wealth, and even after getting sick in his body? Is this person really laughing or making fun of us? A saint of God will never be perplexed in the midst of any adverse situation. സഹപ്രവർത്തകർക്ക് പറയാണ്, എന്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയില്ല. He is saying unto the co-workers, my countenance of my face, it will not be dull. നമ്മുടെ ആളുകൾ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ അത്ര ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം വരുത്തിക്കാൻ പിന്നെ ആവർത്തിച്ച് പറയും. What is the state of our people? If a person is grieved, we will add salt to the wound. എന്നാലും ഇത്രയും വലിയൊരു മരക്കൊമ്പ് തലയിലോട്ട് വീണന്നോ, But such a great branch, it fell right on your head. Sad thing, you know. അവനോ മുഖപ്രസാദമുണ്ട്, അവനോ സമാധാനമുണ്ട്, അവനോ ആശ്വാസമുണ്ട്. പറയുന്ന ചുറ്റും നിൽക്കുന്നവര് പറഞ്ഞ് ഇളക്കി അവൻ മുഖം ഒന്ന് വാട്ടിയെടുക്കാൻ നോക്കുകയാണ്. The so-called victim has got the peace, she has got the happiness, but the people around are trying to weigh her down with all the discomfort and complaints. ഇങ്ങനെയുള്ള വിശ്വാസിയോട് ഐക്യത വെച്ച് സഭയെ ജീവിച്ചാൽ നീയും പോക്കാം. If you hold hand with such a believer and stay inside the church, your fate is also going to be sad one. സഭയ്ക്കുള്ളിൽ ഒരു വേർപാട് ജീവിതം ഉണ്ടായിരിക്കണം. Even inside the church, a life of separation is necessary. നിന്റെ വിശ്വാസത്തിനൊത്തുള്ള വിശ്വാസമുള്ള വ്യക്തി, നിന്റെ പ്രത്യാശയുള്ള വ്യക്തി, നിന്റെ വളർച്ചയുള്ള വ്യക്തിയുമായി നീ സഹവസിച്ചില്ലെങ്കിൽ അല്ലാത്ത നിന്നെ പിടിച്ച് താഴോട്ടാക്കി കളയും. If you do not spend the time with the people who are equal to your faith, equal to your hope, equal to your happiness, the rest of the people are going to pull you down. ഹൈസ്കൂളിൽ പഠിക്കുന്നതിനെ വലിച്ചിറക്കി നിർബന്ധിച്ച് ഇഴച്ചു കൊണ്ടുപോയി അവരോടുകൂടെ അത് LKG കൊണ്ടുപോയി ഇരുത്തും. Like a student who is pursuing education in the high school, he's been dragged down, brought low all the way down to LKG and made to sit there. ചിലർക്ക് മുഖപ്രസാദം നഷ്ടപ്പെടും, ചില മറ്റുള്ള മുഖപ്രസാദം നഷ്ടപ്പെടുത്തുമാർ സംസാരിക്കാൻ അറിയാം. Some people will lose the pleasant countenance. Some people know to talk in such a way to lose the other person's countenance. മഴ പെയ്യാതെ ഇരുന്നെങ്കിൽ, Oh, it was good had it not rained. ഇന്ന വ്യക്തി പ്രസംഗിച്ചെങ്കിൽ, If that person would have preached, it would be even better. ഇന്നാര് പാടിയെങ്കിൽ, If such person would have sung, it would have been beautiful. ഇന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നെങ്കിൽ, If all these situations were favorable, it would be nice. പറഞ്ഞ് ഉള്ള മുഖപ്രസാദം കൂടെ ഇല്ലാതാക്കാൻ നോക്കുന്നവരുണ്ട്. Blabbering all these things, they try to ruin the happiness on the countenance. അയ്യോ പറയാൻ, എന്റെ സഹപ്രവർത്തകരുടെ മുഖപ്രസാദം ഒരിക്കലും മങ്ങിക്കുവാൻ ശ്രമിച്ചിട്ടില്ല. But Job is saying that my co-workers never attempted to ruin my pleasant countenance. വാട്ടമില്ലാത്തവരായും മറ്റുള്ളവരെ പാട്ടാൻ ശ്രമിക്കാത്തവരായും നമുക്ക് ദൈവസന്നിധിയിൽ കാണപ്പെടാം. യേശുവിൽ എടുക്കപ്പെടണമെങ്കിൽ We can be in the presence of God without a fading face and not causing a fading face unto others if we have to be raptured when Jesus comes. പത്രോസ് പറയുന്നു, നാം വീണ്ടും ജനിച്ചിരിക്കുന്നത് മാലിന്യവും വാട്ടമില്ലാത്ത അവകാശത്തിന് വേണ്ടിയാണ്. അത് പ്രാപിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. Peter says that we are born again to receive an inheritance which is incorruptible and undefiled, that fadeth not away. Let us prepare ourselves to receive that one. വിശ്വാസ നിമിത്തം കഷ്ടങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഉപദ്രവങ്ങളും നഷ്ടങ്ങളും അനീതിയും അന്യായവും ഒക്കെ അനുഭവിക്കുമ്പോൾ നിന്റെ മുഖം വാടാതിരിക്കുവാൻ ശ്രമിക്കുക. For the sake of faith, when you receive injustice, unrighteousness, grief, sorrow, agony and complaints, let your face not be faded. ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കാം. You might ask, how is it possible, pastor? എബ്രായലേഖന കർത്താവ് പറയുന്നു, നീ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിനക്കത് സാധിക്കും. The author of the book of Hebrews says that if you would gaze your face unto Jesus, it is possible for you. 12:3
പാപിയിടാൽ തനിക്ക് ഇങ്ങനെയുള്ളതായ ഉപദ്രവങ്ങൾ, വിരോധങ്ങൾ, ശത്രുത്വം നേരിട്ടവനെ നീ ധ്യാനിച്ചു കൊള്ളുക. In Hebrews chapter 12, the 3rd verse, we read that meditate on the one who was suffered so by the hands of the sinners. അങ്ങനെയെങ്കിൽ നീ ക്ഷീണിച്ച് മടുത്തു പോകുകയില്ല. If so, you will not be weary, you will not be fed up. അല്ലെങ്കിൽ നീ ഒരു ചെറിയ നിന്ന കേട്ടാൽ വാടിപ്പോകും. If not, with a minor reproach, you will be faded. ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരണമെങ്കിൽ അവൻ ഈ പാതി ഇപ്പോൾ പോയപ്പോഴൊക്കെയും അവൻ മുഖം പ്രകാശിച്ചു കൊണ്ടിരുന്നത് പോലെ നമ്മുടെ മുഖം പ്രകാശിക്കുന്നതായിരിക്കും. If you want to be Christ, like Christ, just like his face was illuminating all over these negative passages, even your face and your countenance must be bright. വാട്ടമില്ലാത്ത വിശുദ്ധന്മാരുടെ ഗണത്തെ തന്നെ മണവാട്ടിയായി ചേർക്കുവാൻ യേശു വരാൻ പോകുകയാണ്. Jesus Christ is going to come together, the spotless group of saints. മാത്രമല്ല ഈ മണവാട്ടിക്ക് ചുളുക്കം ഉണ്ടായിരിക്കരുത്. Moreover, there should not be any wrinkle caused to this bride. നമുക്കറിയാം ശിശുക്കളുടെ ശരീരത്തിന് ചുളുക്കമൊന്നുമില്ല, കണ്ടാൽ നല്ല മിനുമിനുത്ത മേനിയാണ്. We know the bodies of the babies, do not have any wrinkles, such a smooth, simple body. പക്ഷെ വാർദ്ധക്യം ബാധിക്കുമ്പോൾ ത്വക്കിൽ ചുളിവ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. But when age strikes, this shrinking is caused beneath the throat. ആത്മീയ ജീവിതത്തിൽ വാർദ്ധക്യം ബാധിക്കാതെ ജീവിക്കണം. In the spiritual life, we should take heed lest we be ഈ aged. ശരീരത്തിന് വാർദ്ധക്യം വരാം, ആത്മാവിൽ എപ്പോഴും യൗവനക്കാരായിരിക്കണം. In the body, perhaps we would be aged, but in our soul, we must ever be young. ചിലരുടെ പഴക്കം പറച്ചിലും പ്രശംസയും കേട്ടാൽ അറിയാം ഒരു ആത്മീയമായി വയസ്സന്മാരും വയസ്സുകളുമായി തീർന്നെന്ന്. On listening to the ancestral history and the experience of some people, we can know that they become old in age now. ഞാൻ പലപ്പോഴും ചിരിച്ചു പോയിട്ടുണ്ട്. ഫ്യൂണറൽ സർവീസിന് ഈ കടന്നുപോയ വ്യക്തിയെ കുറിച്ച് അനുശോചനമോ സാക്ഷ്യമോ നല്ല കാര്യം ഉണ്ടെങ്കിൽ പറയാവുന്ന അനുവാദം കൊടുക്കും. I would have laughed at many occasions. At the funeral times, the permission will be given to people to say about condolences or good things about the deceased one. ഈ വ്യക്തിയിൽ ഞാൻ ഇന്ന ഒരു നന്മ കാര്യം കണ്ടു, ഇത് എനിക്ക് ഇല്ല, ഇത് വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിന് പകരം അവരുടെ സാക്ഷ്യം പറയുക. പണ്ട് ഞാനും കത്തോലിക്കയിലായിരുന്നു, ഞാനും അങ്ങനെ നടന്നതാണ്, കള്ളുകുടിച്ച് നടന്നതാണ്, ഞാൻ ഇങ്ങനെ നടന്നതാണ്, പണ്ട് എനിക്കും അങ്ങനെ രോഗം വന്നായിരുന്നു. അവരുടെ സാക്ഷിയോടെ പറയാൻ നോക്കുകയും Instead of saying that I have learned such and such good qualities from this person, they are trying to boast themselves, present their testimonies by saying that in the days of yore I had drunk, I had led a wayward life, and just saying their testimony. ആത്മീയ വാർദ്ധക്യം ബാധിച്ചാൽ, ആത്മീയമായ യൗവനം ഇല്ലാതിരുന്നാൽ നീ നിന്നെക്കുറിച്ച് പ്രശംസിച്ചും പടക്കം പറഞ്ഞും പുകഴ്ത്തിയും നടന്നുകൊണ്ടേയിരിക്കും. Spiritually, if you're struck with age, if you're not keeping your young life in your spiritual life, then you will be old, saying about all your traditions and history. അത് നിനക്ക് ചുളുക്കം ബാധിച്ചു എന്നതിന്റെ അടയാളമാണ്. There is a sign that you are struck with a wrinkle. മറിച്ച് നീ ഒരു യൗവനക്കാരനായിരുന്നാൽ, In the other side, if you're a youngster, ക്രിസ്തു പറഞ്ഞ പോലെ നീ മരം തിരിഞ്ഞൊരു ശിശുവിനെ പോലായാൽ, just like Christ said, if you turn your mind and become like a baby, എന്താണ് ഇത് തിരിച്ചറിയുന്ന അടയാളം? what is the sign of discernment? 103 സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ In Psalm 103, the 5th verse, we read, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയവർത്തക്കണമെന്നത് വായിക്കാൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. who satisfy thy mouth with good things, so that thy youth is renewed like an eagle. അഥവാ നിന്റെ വായിൽ കർത്താവ് ചെയ്ത നന്മ മാത്രമേ In പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. other words, your mouth will only chant about the good things that the Lord has done. മഹത്വമെല്ലാം ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. All honor you will give to Christ and you live. പാട്ടുകാരൻ എഴുതിയിരിക്കും പോലെ പാട്ടും പ്രശംസയെല്ലാം ക്രൂശിലായിരിക്കും. Boasting and all the praise, it will be at the cross, just like the singer has sung. കർത്താവ് കർത്താവ് ചെയ്തതായ നന്മകളെ, അനുഗ്രഹങ്ങളെ, സൗഖ്യം, വിടുതല് ഇത് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. We can say about all the blessings, the healing, the deliverance that the Lord has done to us. സ്ഥാനമേറ്റതിന്റെ പടക്കമോ സമയം വന്നതിന്റെ പടക്കമോ ഒന്നും പറയാതെ ക്രിസ്തുവിനെ പോലെ ഉയർത്തിക്കൊണ്ട് ജീവിക്കാം. Without saying about the vast experience or the history of your baptism, we can speak about Christ and spend our days. കർത്താവിനെ കുറിച്ചുള്ള നന്മ വായിരുന്നപ്പോഴും വരുന്നത് ഒരു യൗവനം നിലനിർത്താനുള്ളതായ ഒരു ലേഖ്യമാണ്. All the goodness that you say through your mouth, it is an instrument, a tool, a medicine for you to keep your youth. ആദ്യകാല അനുഭവങ്ങൾ ആണ് യൗവനം എന്ന് പറയുന്നത്. All the initial experiences, that is called youth. ആദ്യം ഉണ്ടായിരുന്ന വിശ്വാസം, The initial faith, തുടക്കത്തിലുള്ളതായ ദൈവസ്നേഹം, the starting love of God, ഉണ്ടായിരുന്നതായ സഹിഷ്ണുത, the patience you had then, ആരംഭത്തിലുണ്ടായിരുന്ന സൗമ്യത, the meekness you had then, ഉണ്ടായിരുന്ന താഴ്മ, the meekness, the humbleness we had then, സമ്പൂർണ്ണ അനുസരണം, the perfect obedience that you ഇങ്ങനെ had, തുടക്കത്തിൽ നമുക്ക് ഉണ്ടായിരുന്നതായ സ്വഭാവമുണ്ടല്ലോ, ഇതിനെ യൗവനം എന്ന് വിളിക്കാം. the traits that we had at the outset,
that is called as youth. എന്നാൽ ഇത് ആത്മീയമായി വാർദ്ധക്യം അധികമല്ല, ഗുണങ്ങൾ ഓരോന്നായി നഷ്ടപ്പെട്ടു പോകും. But when spiritual old age is striking, all the good traits have been looted away slowly. അങ്ങനെ നഷ്ടപ്പെട്ടാൽ നാം അതിനെ പുതുക്കേണ്ടിയിരിക്കുന്നു. If we have lost it all, we must renew the same. കടുകനെ കുറിച്ച് അങ്ങനെയാണ് ഒരു സങ്കല്പമുള്ളത്. കടുകൻ പ്രായമായി അതിനെ ഇരപിടിക്കാൻ ഇല്ലാതായി തീരുമ്പോൾ എവിടെയോ ഒരിടത്ത് പോയി തനിയായിരുന്ന അതിന്റെ തൂവറുകളെല്ലാം കൊത്തി പൊഴിച്ചു കളയുമെന്നാണ്. That is what we know as the story of the eagle. Once it is struck with age, it will confine itself unto the mountain and pluck away all the aged feathers, and it will pluck off its beak as well. കൊത്തിപ്പറിച്ചു കളഞ്ഞതായ ആ പഴയ തൂവലുകൾക്ക് പകരം പുതിയ തൂവലുകൾ മുളച്ചു വരുമ്പോൾ, and new feathers will be replaced at those places of the plucked off old feathers. ആ പുതിയ തൂവല് വരുമ്പോൾ അത് വീണ്ടും യൗവനമാകുമെന്നാണ് ഒരു സങ്കല്പം. When the new feathers come, it is said that it will be young again. അതെ, ദൈവസ്ഥനെപ്പോഴും കാത്തിരുന്ന നമ്മുടെ ആദ്യകാല അനുഭവങ്ങൾ നമുക്കിപ്പോഴുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ജീവിക്കുന്നെങ്കിൽ നമുക്കൊരു ചുളുക്കമില്ലാത്ത ആത്മീയവാർദ്ധക്യമില്ലാത്ത യൗവനയുക്തമായ ജീവൻ നയിക്കുവാനായിട്ട് കഴിയും. Always standing in the presence of God, and if we are experiencing, and if we are looking at ourselves whether the initial experiences are there, we will live a life without any old age, without any age in the spirituality, and being in a young manner. കഴുകുമ്പോൾ പുതുബലം അരുളുകൻ യേശുവേ നിൻ ഗിരികളിൽ പറന്നുയർന്നു ആത്മാവിൽ ആനന്ദിപ്പാൻ. കരുണയോടെന്നെ നിന്നിൽ അണച്ചായൻ യേശുവേ നിൻ കൃപയായി ഞാൻ വന്നിടുന്നേ. അളവെന്നെ പകരണമേ. കരുണയോടെന്നെ നിന്നിൽ അണച്ചായൻ യേശുവേ നിൻ കൃപയായി ഞാൻ വന്നിടുന്നേ. എന്നിലളവെന്നെ പകരണമേ. എന്റെ ബലവും സങ്കേതവും കോട്ടയും വിശ്രാമവും യേശുവിൽ നീ മാത്രമേ. എന്റെ ആശ്രയം നിന്നിൽ മാത്രമേ. എന്റെ ബലവും സങ്കേതവും കോട്ടയും വിശ്രാമവും യേശുവിൽ നീ മാത്രമേ. എന്റെ ആശ്രയം നിന്നിൽ മാത്രമേ. ഹല്ലേലൂയ. Hallelujah. മണവാട്ടി ശുദ്ധയായിരിക്കണം. Pride must be pure. വിശുദ്ധി ഏത് അളവ് വരെ ഉണ്ടായിരിക്കണം? To which extent should holiness be there? പത്രോസ് 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 1 Peter chapter 1, the 15th verse we read, നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധി. we must be holy just like our God is holy. എന്തെങ്കിലൊക്കെയോ ആയി എന്ന് കരുതി തൃപ്തിപ്പെട്ടും പ്രശംസിച്ചും നിഗളം വന്നു പോകരുത്. We should not be proud or flaunt by saying that we are something now. കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണമെങ്കിൽ At the coming of the Lord, if we have to be taken out, 1 യോഹന്നാൻ 3:3 വായിക്കുമ്പോൾ, in 1 John chapter 3, the 3rd verse we read, അവനെ കാണുന്നു, അവനെ പോലെയായി തീരും. and when he appears, those who see him will be just like him. അവനെ പോലെയായി തീരേണ്ടതിന് ആ പ്രത്യാശയുള്ളവൻ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. And to be like him, he that has this so purifieth himself. 2 കൊരിന്ത്യർ 7:1 വായിക്കും, ആത്മാവിനും ജഡത്തിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. In 2 Corinthians, we read that in order to remove all the blemish in the flesh, we must do the godly life in the spirit. ആത്മാവിലും ജഡത്തിലെയും ജഡത്തിലുള്ള കന്മഷം നീങ്ങി ആത്മാവിന് ഫലമായി ഇന്ദ്രിയജയം പ്രാപിച്ചാവിലെ ക്രിസ്തുവിന്റെ കാന്തിയാകുവാൻ കഴിയുകയുള്ളൂ. Only those people who remove all this blemish in the flesh and the spirit, and they must have the power of self-control in the spirit, they can just be the bride of Christ. ഒരു അമ്മ പറഞ്ഞ സാക്ഷി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. A testimony told by my mother surprised me. ഇത്രയും ആഗ്രഹം മനുഷ്യനുണ്ടോ? I was thinking that a person is so much willing to be holy. നല്ല യൗവനത്തിൽ ഭർത്താവ് മരിച്ചുപോയി. At a young age, her husband passed away. അവര് സിവിൽ സപ്ലൈസ് നല്ല ഒരു ഉദ്യോഗസ്ഥയായി. She was an officer in the civil service team. അവര് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. She decided to do the ministry of God. ഒരു ക്രൈസ്തവൻ പോലും ഇല്ലാത്ത എത്രയോ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. She went to many hamlets where not even a single Christian is there, and she preached the word of God. 50-100 പേര് വട്ടം വളഞ്ഞിട്ടുണ്ട്. Many a times 50 to 100 people surrounded her.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് അവരെ വളഞ്ഞിട്ടുണ്ട്. The policeman from the police station came and encompassed her. കുറിച്ചുള്ളതായി ഫോട്ടോ സഹിതം പത്രങ്ങളിൽ പോലും ആക്ഷേപവും ആരോപണം വന്നിട്ടുണ്ട്. And in a remark, in a bad remark, even the photographs were published in the dailies about her. ആത്മഭാരത്തോടെ ഓടി നടക്കുന്ന നൂറുകണക്കിന് ആത്മാക്കളെ നേടിയ ഒരു മഹതിയാണത്. But possessed with the burden of the damnation souls, she was a great stalwart who ran down behind the souls. ആ യൗവനത്തിൽ വിധവയായി തീർന്ന അവരുടെ വിശുദ്ധിയെക്കുറിച്ചുള്ളതായ ആ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. Let me arrive at the topic in which she became a widow at her prime age. പറഞ്ഞു, ഞാൻ ആദ്യമായി സുവിശേഷം അറിയിക്കാനായി പോകുമ്പോൾ, She said that when I was setting out to declare the gospel for the first വഴിമധ്യേ time, വെച്ച് എന്റെ മനസ്സിൽ മലിനമായ പല ചിന്തകൾ വന്നു. on the way some defiling thoughts encroached my mind. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. I was not able to tolerate ഇങ്ങനെ it. മലിനമായ ചിന്തകളുമായിട്ടാണോ ഞാൻ ആത്മാക്കളെ നേടാൻ പോകുന്നത്? I was thinking, is it with such a defiled thoughts that I'm going to win souls? ഞാൻ കർത്താവേ, ഈ മലിന ചിന്ത ഇനി എന്റെ മനസ്സിൽ വരാൻ പാടില്ല. Oh Lord, such defiling thoughts should not come into my mind yet again. നീ ഇത് നീക്കി എനിക്കൊരു പൂർണ്ണ വിശുദ്ധിയുള്ള മനസ്സ് തരുന്നില്ലെങ്കിൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്ത് കളയും. If you don't remove it and if you're not giving me a holy mind, I'm going to commit suicide. ഞാൻ ഇതുവരെ ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ല. I have not heard such words earlier. മനുഷ്യന് വിശുദ്ധിക്ക് വേണ്ടി ഇത്രയും ആഗ്രഹവും ദാഹമോ? For holiness, do people long and thirst so much? പോകാൻ കാത്തിരിക്കുന്ന ദൈവജനമേ, The people of God waiting to go to the coming of the Lord. വിശുദ്ധനായ കർത്താവിനെ പോലെ അവനെ കണ്ടവനെ പോലെ ആയിത്തീർന്ന മണവാട്ടിയായി തീരുവാൻ നാം ഇനി എത്രമാത്രം വിശുദ്ധിയിൽ വളരേണ്ടിയിരിക്കുന്നു. To see our God in all His holiness and to become His bride, how much more should we grow in our holiness? റോമർ 13:13 ശയനമോഹങ്ങളെ ഒഴിഞ്ഞിരിക്കുക. In Romans chapter 13, the 13th verse, we read that we must keep away from all the desires. 1 പത്രോസ് 4:2 കാമാർത്ഥിയിൽ ജീവിതം നയിച്ചത് മതി. In 1 Peter chapter 4, we read that we must stop the life of living in lust. ഈ ഇതിനോട് ചേർത്ത് വായിക്കാൻ ചില വചനങ്ങളും ഞാൻ പറയട്ടെ. There are verses to add on to it. പുറപ്പാട് പുസ്തകം 19:15, Exodus chapter 15, the 10th verse. 1 ശമൂവേൽ 21:4, 1 Samuel 21:4. 1 കൊരിന്ത്യർ 7 29 മുതൽ 34 വരെ. 1 Corinthians chapter 7 verses 29 to 31. ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ അറിയാം, നാം വിവാഹിതരോ അവിവാഹിതരോ ആരായിരുന്നാലും നാം ഒരു വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരണം ദൈവത്തിന്റെ ഹിതമാണ്. If we read all these things, we can come to understand that it is the will of God that we must reach holiness whether we are married or unmarried. ആത്മമണവാളനായ ക്രിസ്തു വിശുദ്ധനായിരിക്കുന്നത് പോലെ മണവാട്ടിയായ സഭയും വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ചാലേ എടുക്കപ്പെടാൻ കഴിയും. Just like the soul bridegroom Christ is holy, only if the bride of Christ is holy can they be raptured. അടുത്തത്, നാം ഇടർച്ചയില്ലാത്തവരായിരിക്കണം. Further, we must not hold any grudge. ഇടർച്ചയോട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ടാവും. There are two things associated with grudge. ഒന്ന്, ഇടർച്ച ഉണ്ടാക്കാതിരിക്കണം. First of all, we must not create any grudge. വാക്കിലോ നടപ്പിലോ ഭാവത്തിലോ വേഷത്തിലോ വേറൊരാൾ നമ്മളെ കണ്ട ഇടർച്ച ഉണ്ടാകരുത്. In our words, our talkings, our dealings, our behavior, another person should not feel any grudge towards us. കടയിൽ ധാരാളം വസ്ത്രങ്ങൾ പല ഫാഷനുള്ളത് കിട്ടും. There are different types of garments with different fashions on the stores. പണം ഉണ്ടാകും, നമുക്ക് വാങ്ങാം, നിനക്ക് ശരീരമുണ്ട്, ഇടാം, ഒരു വിരോധവും ഇല്ല. If you've got a body, if you have got money, you can win it and get one. ഈ ഒരു ദൈവവേദനാണെന്ന് തോന്നാത്ത തരത്തിലുള്ളൊരു വസ്ത്രം ധരിച്ചു കണ്ടാൽ അനേകരെ നിന്നെ കുറിച്ച് ഇടറും. നീ അനേകരെ നരകത്തിൽ പോകാൻ കാരണമായാൽ നിന്റെ പുറകെ നീയും നരകത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. But on seeing that you're wearing an attire which is contrary to the attire worn by a child of God, many people will feel an ill feeling or grudge against you. You will cause them to go to hell. എന്ത് ധരിക്കണം, എന്ത് ധരിക്കണ്ട, എങ്ങനെ പോകണം, എങ്ങനെ വരണം, ഇതൊന്നും പറയുന്നില്ല. ഒറ്റ ചോദ്യം, എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ഇടർച്ച ഉണ്ടാകുന്നുണ്ടോ? It is not listed where you should go, where you shouldn't, what you should wear or what you shouldn't, but just one thing is said, is anyone feeling any grudge because of me? 1 കൊരിന്ത്യർ 10:32 അതേ, നാം ഭക്ഷണം കൊണ്ടോ വാക്കുകൊണ്ടോ ദൈവത്തിന്റെ സഭയ്ക്ക് ഇടർച്ചയില്ലാത്തവരായിരിക്കാം. In 1 Corinthians chapter 10, the 32nd verse, we can see that through our words, to our food habits, we should not cause any grudge to the church of God. അടുത്തത്, ഇടറി പോകാത്തവരായിരിക്കണം. Further, we must not depart in strife. 2 പത്രോസ് 1:11 വായിക്കുമ്പോൾ നാം ഇങ്ങനെ ഒരു നാളും ഇടറിപ്പോകാതെ ദൈവരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. In 2 Peter chapter 1, the 12th verse, we read that we are not moving away with grudge in any moment, and we will get the inheritance in heaven. നമുക്ക് ഇടർച്ച വരുമാർ അനേക കാര്യങ്ങൾ
കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. For us to be grieved or having grudge, many things will befall our life. ഏറ്റവും സ്നേഹിക്കുന്നവരിൽ നിന്ന് അനുഭവം ഉണ്ടാകും. There will be experiences from the ones we love most. ഏറ്റവും വിശുദ്ധനെന്ന് കരുതുന്ന വ്യക്തിയിൽ അതിനെ ചേരാത്ത കാര്യങ്ങൾ കണ്ടെന്ന് വരാം. In a person whom we see as the most great saint, some transgressed things will be there. ഏറ്റവും ആത്മീകരും വിശ്വസ്തനെന്ന് കരുതുന്ന വ്യക്തിയിൽ നിന്ന് ഒരു അന്യായം ഉണ്ടാകാം. Inside a person whom we see as the most greatest person, the spiritual person, something of injustice would occur. ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിനക്ക് അതിനേറ്റതായ ഒരു പ്രതികൂലമായ പെരുമാറ്റം ഉണ്ടാകാം. From a person you love the most, an adverse situation, a behavior you might incur. നക്ഷത്രം പോലെ ശോഭിക്കുന്നവര് താഴെ വീഴുമ്പോൾ നീ ഇടറി പോകരുത്. When the ones who shine like stars plummet to the ground, you should not be moved or have a grudge. എന്ത് സംഭവിച്ചാലും എന്ത് പരീക്ഷ ഉണ്ടായാലും ഏത് ശോധന ഉണ്ടായാലും ഇടരാതെ നിൽക്കുന്നവർക്ക് എടുക്കപ്പെടാൻ കഴിയൂ. Whatever happens, whatever trial, whatever tribulation visits, those who are not moved away, they will endure. അതുകൊണ്ടാണോ ഫിലിപ്പിയ ലേഖനം 1:10 വായിക്കുന്നത്, നിങ്ങൾ അവന്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരായിരിപ്പീൻ. That is why in Philippians 1:4 verse we read that you must stay in his coming without any grudge or being moved. സ്നേഹം പരിജ്ഞാനവും വിവേകവും ഉള്ളതായിരുന്നാൽ വിവേചിപ്പാൻ കഴിയുമെങ്കിൽ ഒരിക്കലും ഇടറിപ്പോകയില്ല. If love has got the ability to decipher and discern, and if you are able to discern, you will never be moved away. നാം ഇടറി വീഴാതിരിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മളെ താങ്ങിക്കൊള്ളും. യൂദായുടെ ലേഖനത്തിൽ നാം 24 വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. For us not to be shaken and to fall away, the Lord is going to uphold us. That is what we read in the book of Job. ദുഃഖമായുള്ളൊരു പാതയതിൽ ഇടറി വീഴാതെ എൻ വിരുദെടുപ്പാൻ. ഇടുക്കമായുള്ളൊരു പാതയതിൽ വിരുദെടുപ്പാൻ. ദൈവത്തിന്റെ വചനങ്ങളെ മുറുകെ പിടിക്കുമെങ്കിൽ, നമ്മുടെ സ്നേഹം പരിജ്ഞാനമുള്ളതായിരിക്കുമെങ്കിൽ, വിവേകമുള്ളതായിരിക്കുമെങ്കിൽ, നമുക്ക് അനേകരെ മറ്റുള്ളവരെ വിവേചിപ്പാൻ കഴിയുമെങ്കിൽ ഒന്നിനാൾ നാം ഇടറിപ്പോകയും. If you can hold fast to the word of God, and if our love is prudent, wise, and which is discerning, if we can discern others, we will not be shaken or moved in the midst of anything. കൊലോസ്യർ 1:28 വായിക്കുമ്പോൾ ക്രിസ്തു വരുന്നത് ക്രിസ്തുവിൽ തികഞ്ഞവർക്ക് വേണ്ടിയാണ്. Colossians chapter 1 the 22nd verse says that Christ is coming for those who are perfect in Christ. എന്താണ് പുതിയ നിയമത്തിൽ ഈ വിവക്ഷിക്കുന്ന ഈ തികവ് പൂർണ്ണത എന്ന് പറയും? What do you mean by this completeness of perfection mentioned in New Testament? ജോൺ വെസ്ലി എന്ന പേരുള്ള ഒരു മിഷണറി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. എ പ്ലെയിൻ അക്കൗണ്ട് ഓഫ് ക്രിസ്ത്യൻ പെർഫെക്ഷൻ എന്നാണ് അതിന്റെ പേര്. A plain account of Christian perfection is a written book by John Wesley, a missionary. അതിൽ താൻ സമർത്ഥിക്കുന്നത് സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് പുതിയ നിയമ പൂർണ്ണത. He proves and establishes in that book that it is the perfection of love which is embellished in New Testament. പൂർണ്ണതയിൽ ബാക്കി എല്ലാ വിഷയങ്ങളും പൂർണ്ണതയും അടങ്ങിയിരിക്കുന്നു. Inside the perfection of love, all the other aspects of perfection are included. 1 കൊരിന്ത്യർ 13 അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അങ്ങനെയുള്ള സ്നേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ കഴിയും. True, in 1 Corinthians the 3rd chapter we can come across an elaboration about such a kind of love. സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ബാക്കി എല്ലാ സൽഗുണങ്ങളും ഉൾപ്പെടുന്നു. In the perfection of that love, all the other good traits are involved. ആ പൂർണ്ണ സ്നേഹത്തിൽ നമുക്ക് കാണപ്പെടാം ക്രിസ്തു വരുമ്പോൾ എടുക്കപ്പെടേണ്ടതിനായി. Let us endure and remain in the agape love, in the perfect love, so that we would be raptured when Christ comes. 2 പത്രോസ് 3:14 വാക്യത്തിൽ വായിക്കുമ്പോൾ, In 2 Peter chapter 3 the 14th verse we read so. വായിച്ച് 2 പത്രോസ് 3:14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട്. കർത്താവ് വരുമ്പോൾ നിങ്ങൾ സമാധാനത്തോടെ കാണണം. When the Lord comes, he should find you in peace. സമാധാനത്തോടെ കാണണമെങ്കിൽ തമ്മിൽ സ്നേഹിക്കണം, തമ്മിൽ സമാധാനമായിരിക്കണം. For you to be found in peace, you must love each other, hold peace to each other. ഒരു ചെറിയ കുട്ടിയെ ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് സൺഡേ സ്കൂൾ വാർഷികത്തിന് പറയാൻ വാക്യം മനപ്പാഠം പഠിപ്പിച്ചു വിട്ടു. അമ്മയുണ്ട്, അമ്മയുടെ അമ്മയുണ്ട്. Years ago, a mother and a grandmother taught a small baby to say a memory verse in the Sunday school anniversary. തമ്മിൽ സ്നേഹിപ്പിൻ. കൊച്ചു വാക്യമാണ്, കൊച്ചു കുട്ടിയാണ്. Small child, so she got a small verse, love each other. എഴുന്നേറ്റ് മൈക്ക് മുമ്പിൽ പറഞ്ഞു തല്ലി സ്നേഹിപ്പിൻ എന്ന് പറഞ്ഞു. She came before the mic and accidentally made a slip. She said that fight against each other. ഞാൻ ചോദിച്ചു, മോളെ എന്താ ഇങ്ങനെ പറഞ്ഞേ? I asked that baby, why did you say so, girl? അവിടെ മമ്മിയും
വല്യമ്മച്ചി തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. In my house, my mother and my grandfather are always in a conflict. ഇവിടെ നാക്കുപിഴയാണോ ഇത് മനഃപൂർവ്വം പറ്റിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know whether that's a tongue slip or she said it on purpose. കുടുംബത്തിൽ തമ്മിൽ തല്ലി സ്നേഹിച്ചുകൊണ്ട് കർത്താനവരവനായി ഒരുങ്ങുവാൻ ശ്രമിക്കല്ലേ. Don't try to love by fighting against each other in your house and preparing for the coming of the Lord. കുടുംബത്തിൽ പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുവീൻ. You must live in absolute peace in your house. ചെറിയ നിസ്സാരമായ കാരണങ്ങൾ ജീവിത പങ്കാളി സഹിക്കാൻ വയ്യാതെ നീ പിരിഞ്ഞ് ജീവിച്ചുകൊണ്ട് ഈ ആത്മാവ് ഈ പാട്ടുപാടി നീ വിചാരിച്ച് കർത്താനവരവൻ പോകുകയില്ല കേട്ടോ. If you sing such songs and if you're not able to endure the trivial things done by your life partner, you cannot be taken up at the coming of the Lord. ഭർത്താവ് എത്ര വലിയ പാപം ചെയ്താൽ നീ അവനോട് ക്ഷമിച്ച് അവനെ സ്നേഹിച്ച് സമാധാനമായിരിക്കാൻ നീ ശീലിച്ച് പറ്റൂ. How great a sin your husband would have done, you must learn, you must be trained to forgive him and to live with him in peace. നിന്റെ ഭാര്യ എത്ര ദുസ്വഭാവക്കാരിയായിരുന്നാലും അത് മുഴുവൻ ക്ഷമിച്ച് അവളെ സഹിച്ച് വഹിച്ച് സ്നേഹിച്ച് സമാധാനം ജീവിക്കാൻ മാത്രമേ കർത്താവിൽ എടുക്കപ്പെടാൻ കഴിയുള്ളൂ. Your wife might be an embodiment of all the evil traits, but only if you learn to endure, to suffer and to be with that wife will you be caught up at the coming of the സഭയിൽ Lord. അന്യോന്യം പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കണം. In a church, observe peace with each other. സഭകളെ ആകെ സാത്താൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. These are the days in which Satan is destroying the churches. സഭകൾ അതിന്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾക്ക് വേണ്ടി കോടതി കയറുകയാണ്. The churches are ascending the steps of the court for all the surroundings and for their position. പോലീസ് റെയ്ഡും പോലീസിന്റെ പ്രൊട്ടക്ഷനും ഇന്ന് ആശ്രയിക്ക് സഭ നടത്തുവാൻ കുർബാന നടത്തുവാൻ ആരാണ് ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ക്രൈസ്തവ സഭയായി. And Christian church has fallen into a plight in which they are trusting upon the policemen to provide the police protection and raid to conduct the worship. യേശു എന്താണ് പറഞ്ഞത്? What did Jesus say? നിന്റെ ഉടുപ്പിനെ പിടിക്കുന്നവന് വസ്ത്രം കൂടെ നീ വിട്ടും കൊട. He who holds at your garment, you give that cloth to him. അതെ, അതാണ് യേശു പറഞ്ഞ മാർഗം, അതാണ് ക്രൈസ്തവ മാർഗം, അതാണ് ക്രിസ്ത്യാനി. അവനാണ് കർത്താവിനെ മണവാട്ടിയായി തീരാൻ ഒരുങ്ങുന്നത്. That is the way that Christ taught. That is the Christian way. He is the one who is preparing to be the bride of Christ. അല്ലാതെ വെള്ള വസ്ത്രമോ നീണ്ട വസ്ത്രമോ മണവാട്ടിയുടെ അടയാളമല്ല. White and fair garment is not a sign of the bride, please. കുടുംബത്തിലുള്ളവരോട് സഭയിലുള്ളവരോട് എല്ലാവരോടും സമാധാനമായിരിക്കണം. To the members of the house, to the members of the church, observe peace with all and sundry. ലോക മനുഷ്യൻ പല രീതിയിൽ നമ്മോട് പെരുമാറിയെന്ന് വരാം. The people in the world might experience different things with us. അന്യായം നമ്മോട് ചെയ്തെന്ന് വരാം. They might render evil or injustice to അവനെ us. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നാം പ്രതികരിച്ചാൽ നമുക്ക് നഷ്ടപ്പെടാൻ വിലപ്പെട്ടത് പലതുമുണ്ട്. Remember, they've got nothing to lose. But if we are responding, we've got great things to lose. യേശുവിന്റെ കാലത്തിരിക്കുന്ന വഴിമധ്യയാണെങ്കിൽ പോലും എടുക്കപ്പെടുവാൻ ഞാൻ അവളെ ക്ഷമിച്ച് എന്റെ സമാധാനത്തെ ഞാൻ കാക്കണം. Even if the trump of my Jesus is resounding on the way for me to be taken up, I must forgive him altogether. ഫിലിപ്പിയർ 4:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനം ഉണ്ടായിരിക്കണം. Philippians chapter 4, the 5th and the 6th verse, we read that there must be peace inside us. കർത്താവ് ഒരു അടുത്തിരിക്കുന്നതുകൊണ്ട് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. Since the coming of the Lord is very nigh, we should not be worried about anything. ലോക മനുഷ്യനെ പോലെ വിശ്വാസികളും ടെൻഷൻ 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 എന്ന് പറഞ്ഞു നടക്കുകയാണ്. But today the people inside the church of God are just like the people outside. They are saying that I'm tensed over everything. ടെൻഷൻ ടെൻഷൻ എന്ന് പറയുന്ന നീ എങ്ങനെ ഒരു വിശ്വാസി എന്ന പേരിന് യോഗ്യനാകും? You say that I'm tensed altogether. How can you call yourself a believer? ടെൻഷൻ ടെൻഷൻ എന്ന് പറയുന്നത് നീ എങ്ങനെ ഒരു ക്രിസ്ത്യാനിയായിട്ട് അറിയപ്പെടാൻ കഴിയും? If you say that you are a tensed person, how can you be called a Christian? ക്രിസ്തുവിന്റെ സമാധാനം ഹൃദയത്തിൽ ഇല്ലാത്തവൻ എങ്ങനെ ക്രിസ്ത്യാനിയാകും? A person whose heart is not ruled by the peace of Christ, how can he be called a Christian? എന്ത് സംഭവിച്ചാലും ശരി ഉള്ളിലുള്ള സമാധാനം നഷ്ടപ്പെടാതെ കാത്തെങ്കിലേ അവന്റെ വരവെങ്കിൽ അവിടെ മണവാട്ടി എടുക്കപ്പെടാൻ കഴിയുള്ളൂ. Come what may, only if you guard the peace inside your heart, you can be raptured as the bride in his coming. അതെ, പ്രകൃതി അനുകൂലമോ പ്രതികൂലമോ മഴയോ വെയിലോ കഷ്ടമോ നഷ്ടമോ എന്തുമായിക്കൊള്ളട്ടെ ഹൃദയത്തിന് പൂർണ്ണ സമാധാനം. Nature is favorable, unfavorable, adverse or anything, whatever may come, there must be perfect peace in your heart. നമ്മുടെ നാട്ടില് ഈ ഒരു ചെറിയൊരു കുരുവിയുണ്ട്. There's a small bird in our land. അതിന് കൊച്ചുകുരുവിയാണെങ്കിലും അതിന് ബുദ്ധിയുണ്ട്. അത് ഓലക്കാലയിലാണ് കൂട് വയ്ക്കുന്നത്. Even though it is a small bird, it is wise because it sets its nest upon the coconut plant. കൂട് വെച്ച് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട് വേണ്ടെന്ന് വെക്കും. After going to that nest and it is hatching eggs and the chicklings are coming out, then it is getting rid of the nest. എന്നാൽ ഒരു പഴുത്ത ഓലയിലോ ഉണങ്ങിയ ഓലയിലോ വെച്ചാൽ നടക്കത്തില്ലെന്ന് കുഞ്ഞ് ബുദ്ധിയുണ്ട്. അതിനെ നല്ല ഇളം ഓല തന്നെ കൊണ്ടുപോയി കൂട് വെക്കും. But the ripened coconut leaf or the old one is going to cause harm to the nest. It knows it, therefore it is getting its nest on the tender ones.
അതിൻ്റെ അകത്ത് താമസിക്കുകയും മുട്ടയിട്ട് തലമുറയെ ഉളവാക്കുകയും ചെയ്യും. It is staying inside the nest, tarrying there, laying the eggs and forming the next generation. 2-3 നില വീട് നല്ല ഒന്നാമതും കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ട് മഴ കാണുമ്പോൾ വെയിൽ കാണുമ്പോൾ കാറ്റ് കൊള്ളുമ്പോൾ ടെൻഷൻ ശേഷം എന്ന് പറയുമ്പോൾ കൊച്ചു കുരുവി കാറ്റത്ത് ഓലയിൽ ആടിക്കൊണ്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കും. Here, after building multi-storied houses, when a wind or a rain is slashing, people say that I'm tense, my house would collapse. Remember, that bird is dancing on the leaf of the coconut tree in the midst of the wind and the rain. നമ്മുടെ കാലിന്റെ തള്ളവരന്റെ വലുപ്പം പോലും ഇല്ലാത്ത ആ ഒരു കുരുവിക്ക് ഉള്ള സമാധാനം നമുക്കില്ലെങ്കിൽ പിന്നെ എന്താ വരവെടുക്കപ്പെടുക എന്നൊക്കെ പറയുന്നത്? If we lack the peace that even that bird of the size of the big finger of a foot has got, how are we saying that we are preparing for his coming? കാറ്റും കടലും ചീറിയടിച്ചപ്പോൾ യേശു പടകിൽ ഉറങ്ങി. The winds and the waves lashed mightily and Jesus slept on the boat. പത്രോസിനെ പിറ്റേ ദിവസം വിസ്തരിച്ച് കൊല്ലുമെന്ന് ഉറപ്പുള്ള സാഹചര്യത്തിൽ അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ അവൻ ഉറങ്ങി. When Peter was questioned, he knew that he was going to be slaughtered the next day, but he slept beneath the prison walls. യേശു വരുമ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള സമ്പൂർണ്ണ സമാധാനത്തിൽ കാണപ്പെടുവാനിടയാകട്ടെ. When Jesus comes, he must see us guarded in perfect peace. അടുത്തത് നമ്മുടെ ചുമതലകൾ നാം കർമ്മനിരതരായിരിക്കണം. Further, we must be responsible in our duties. നാം അതിൽ വളരെ ആക്റ്റീവായിരിക്കണം. We must be active in operating the same. മത്തായി വിശേഷം 24-ാം അധ്യായം 45-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ In Matthew chapter 24 verses 45 and 46, യജമാനെ ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലി യജമാൻ വരുമ്പോൾ നീ ചെയ്യുന്നതായി കണ്ടാൽ നീ ദാസനായി നീ ഭാഗ്യവാനാണ്. the duty that is given to you by the master, when the master comes and he sees you doing the same, then as a servant you are fortunate. നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. We must perpetually do our responsibilities. അതുകൊണ്ടാണ് ഈ കാലാവസ്ഥയിലും മനഃപൂർവ്വം ഈ ഡേറ്റ് കൺവെൻഷനായിട്ട് തിരഞ്ഞെടുത്തത്. That is why even in the midst of this adverse weather, on purpose we chose this date for the convention. മഴയ്ക്ക് സാധ്യതയുള്ള ദിവസങ്ങളാണെന്നറിയാം, കാലവർഷത്തോട് അടുത്ത ദിവസങ്ങളാണെന്നറിയാം. We know that these are days close to the monsoon, it is likely to rain. പക്ഷേ നീട്ടിവച്ചാൽ ഇനി ഒരു അവസരം കിട്ടാതെ പോയാലോ? But if we postpone, whether we would not get another opportunity, we don't know. സഭാപ്രസംഗി 11-4 വാക്യത്തിൽ വായിക്കുമ്പോൾ In Ecclesiastes chapter 11 the 4th verse, അതേ മേഘങ്ങളെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. he who looks at the wind will not sow, he who looks at the clouds will not reap. നിങ്ങളും ഞാനും പ്രവർത്തിക്കേണ്ടത് അനുകൂലമായ സാഹചര്യങ്ങളെ നോക്കി മാത്രമല്ല. I and you should not operate on seeing the favorable situations alone. 15-6 വാക്യത്തിൽ വായിക്കുമ്പോൾ In 15:6 we read, രാവിലെ വിത്ത് വിതയ്ക്കുക, in the early morning sow the seeds, വൈകുന്നേരം വെറുതെ ഇരിക്കാതെ വൈകുന്നേരം വിതയ്ക്കുക, evening do not remain idle, sow the weeds again. രാവിലെ വിതച്ചത് മുളയ്ക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം മുളച്ചത് മുളയ്ക്കാം. Sometimes what is sown in the morning or in the evening might sprout. ചിലപ്പോൾ രണ്ടും സഫലമായി തീർന്നേക്കാം. Sometimes both of it might be successful. ദൈവത്തിന്റെ സഭ സദാ ദൈവേൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കണം. The church of God must ever keep on doing the work committed by God. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. You must continue praying, വിശ്വാസം അറിയിച്ചുകൊണ്ടേയിരിക്കണം. continue preaching the gospel, മോസിച്ചുകൊണ്ടിരിക്കണം. continue to fast, നീ എന്തിനെ ഏൽപ്പിച്ചതായി കൃപകളെ മരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. continue to ignite the graces committed to you, ചെയ്യുവാൻ ഏൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി ഏത് സ്ഥലത്തും സാഹചര്യത്തിലും ചെയ്തുകൊണ്ടേയിരിക്കുക. continue to beautifully administer the ministry given to you. യജമാനൻ വരുമ്പോൾ നീ ചെയ്യുന്നവനായി നിന്നെ കണ്ടെത്തിയാൽ നീ ഭാഗ്യവാൻ. And when the master arrives, if he finds you as doing it, you are blessed. അടുത്തതായി നാം കാണുന്നത് എപ്പോൾ യജമാനനായി കാത്തിരിക്കുന്നവരായിരിക്കണം. Further we read that we must ever be waiting for the master. അവൻ കള്ളനെ പോലെ വരും. He will come like a thief. കള്ളനെ പോലെ വരും എന്നുള്ള വാക്യം അനേകരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. Many people have misinterpreted the words that he will come like a thief. കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കള്ളനെ പോലെ ഒന്നല്ല, നമുക്ക് യേശു കള്ളനെ പോലെ അനുഭവപ്പെടുമെന്നാണ് അർത്ഥം. Coming like a thief means it's not that Jesus is coming as a thief, we would feel like his appearance like a thief. അപ്രതീക്ഷിതമായ ആഗമനം എന്നാണ് അതിന്റെ അർത്ഥം. The meaning is very simple, unexpected advent. അത് ഇന്ന് അനേകർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Today many people fail to comprehend the same. ആർക്കാണ് ക്രിസ്തു കള്ളനെ പോലെ അനുഭവപ്പെടുന്നത്? To whom does Christ is being experienced as a thief? 1 തെസ്സലോനിക്കർ 5-ാം 3-5 വരെ വായിക്കുമ്പോൾ In 1 Thessalonians chapter 5 verses 3 to 5, ഇരുട്ടിന്റെ മക്കൾക്ക് the sons of darkness, ഇരുട്ടിനുള്ളവരല്ല വെളിച്ചത്തിനുള്ളവരാണ്. we do not belong to darkness but we belong to light. ഇരുട്ടിനുള്ളവരാ ഇരുട്ടിനെ പ്രവർത്തിച്ച് ജീവിച്ചാൽ ക്രിസ്തുവിന്റെ വരവ് ഒരു കള്ളന്റെ അപ്രതീക്ഷിത വരവ് പോലെയായിരിക്കും. Being in darkness, if we continue to do the works of darkness, the coming of Christ will be just like a thief for us. അതെ, വെളിപ്പാട് പുസ്തകം 3:3 വായിക്കുമ്പോൾ In Revelation chapter 3 the 3rd verse we read, സഭയിൽ ജീവനുള്ളവരെ പേർ പ്രാപിച്ച ശേഷം
പിന്നെ മനുഷ്യരെ പോലെ ആയവർക്ക് അവന്റെ വരവ് കള്ളനെ പോലെയായിരിക്കും. Unto those who have got the name of the living in the church and continue in a dead state, his coming will be like of a thief. വർഷത്തിനു മുമ്പ് അഭിഷേകം പ്രാപിച്ചു കൂട്ടായ്മയിൽ വന്നു, എന്നാൽ ഇന്ന് ആത്മീയമായി നിർജീവ അവസ്ഥയിലാണോ? യേശുവിന്റെ വരവ് നിനക്കൊരു അപ്രതീക്ഷിതമായിരിക്കും. Years ago you came to the faith, you got baptized and repented, but now you're in a diseased and mortal state. Remember, the coming of the Lord will be like a thief unto you. വെളിപ്പാട് പുസ്തകം 16:14 വായിക്കുമ്പോൾ In Revelation chapter 16, the 14th verse, വരവെങ്കിൽ കൈവിടപ്പെട്ട് രക്തസാക്ഷികളായി മരിക്കേണ്ടി വരുന്നവർക്ക് ക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെയായിരിക്കും. unto those who die as martyrs at the coming of the Lord, his coming is going to be like a thief. മണവാട്ടിയ രക്തസാക്ഷിയാൻ കാത്തിരിക്കുകയല്ല, അവനെ വരും എടുക്കപ്പെടാൻ, അവനെ കാന്തയായി തീരുവാൻ നമുക്ക് കാത്തിരിക്കാം. We should not wait expecting to be a martyr. We must wait to be caught up at his coming. അവന് വേണ്ടി ഉണർന്ന് കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി മണവാളൻ വരുന്നു. For those who are awakened and waiting for him, behold, the bridegroom is going to arrive. മാത്രമല്ല വരവനായി കാത്തിരിക്കുന്ന ഒരു വിരഹവേദന ഉണ്ടായിരിക്കണം. Moreover, there must be a trailing pain for those who are waiting. പൗലോസ് 2 കൊരിന്ത്യർ 5 അധ്യായത്തിൽ In 2 Corinthians, Paul says in the 5th chapter, 2 തവണ പറയുന്ന ഒരു വാക്കുണ്ട്, ഞരങ്ങുന്നു. he says twice, travailing, groaning. അഥവാ ക്രിസ്തുവിനെ പിരിഞ്ഞൊരു ജീവിതം ഇത് സഹിക്കാൻ പറ്റുന്നില്ല. But instead he is saying, a life devoid of Christ, I cannot suffer this one. സ്വർഗത്തിലും ഞാൻ ഈ ഭൂമിയിലും Christ is there in heaven and I am in this world. എന്ന് ഞാൻ യേശുവിനോട് ചേരും. Oh, when shall I reach my Jesus? ഞാൻ എന്നാ എന്റെ അവകാശം ചെല്ലും? When will I reach my inheritance? ഞാൻ എന്താ യേശുവിനോട് സ്വർഗത്തിൽ വാഴുവാൻ അവസരം കിട്ടും? When will I get the opportunity to reign with Christ in heaven? എനിക്ക് വേണ്ടി ഒരുക്കുന്നതായ ആ കൈപ്പണിയല്ലാത്ത ഭവനത്തിൽ നാം എന്ന് ചെന്ന് ചേരും. When am I going to reach that mansion with this untouched by human hands made for ഈ me? ശരീരം എനിക്കൊന്നൊരു തടസ്സമാണ്. This body is an obstruction for that. ശരീരം വിട്ട് ഞാൻ അവനോട് ഇരിക്കാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. Leaving this body, transcending, I long, I desire to be with him. ക്രിസ്തുവിനെ പിരിഞ്ഞിരിക്കുന്നതിൽ നമുക്ക് എത്ര പേർക്ക് ദുഃഖം അനുഭവപ്പെടുന്നുണ്ട്? How many of us are grieved in being severed from Christ? അയ്യോ, എന്റെ കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നല്ലായിരുന്നല്ലോ. Oh, I wish when the Lord had stayed in this earth, I would have lived here. എന്നാൽ ഇന്ന് കർത്താവ് സ്വർഗത്തിലും ഞാൻ ഭൂമിയിലുമായി പോയി. But now the Master is in heaven and I am here. എനിക്ക് എത്ര വേഗം എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് പോകണം. Very soon I need to go to my Lord. അവന്റെ തിരുമുഖം എനിക്ക് ദർശിക്കണം. I need to see his glorious face. അടിപ്പെടുത്ത കരങ്ങൾ എനിക്ക് ചേർത്ത് പിടിക്കണം. I need to hold tight his nails cut hands. പാദപീഠത്തിൽ വീണവനെ ആരാധിക്കണം. I need to prostrate at his feet and worship him. ചേർന്നിരുന്ന കനന്തുകോടി വർഷങ്ങൾ എനിക്ക് സൗഭാഗ്യം അനുഭവിക്കണം. I need to embrace and cling close to him for 1,000 years. എന്നെനിക്ക് സാധിക്കും, വേർപാട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന പ്രത്യാശയുള്ള വിശ്വാസിയായി ഞങ്ങളെ കർത്താൻ വരുമെങ്കിൽ അവിടെ മണവാട്ടിയായി തീരുവാൻ കഴിയുള്ളൂ. Oh, when I'm going to reach there, if you're a believer with faith, then alone can you be the bride of his coming. എപ്പോഴാണ് ക്രിസ്തു വരിക? When will Christ come? ഈ ഞരക്കം ഒരു നിലവിളിയായി മാറുമ്പോൾ, This groaning, when it becomes a cry. വെളിപ്പാട് 12:1 വായിക്കുന്നത് അത് അവൾ വാവിട്ട് നിലവിളിച്ചു. Revelation chapter 12, we read that she wailed aloud. അങ്ങനെ നമ്മുടെ ഞരക്കം, നമ്മുടെ വേദന ഒരു വലിയ നിലവിളിയായി മാറത്തക്കവണ്ണം അത്രമാത്രം സ്നേഹം വർദ്ധിക്കുമ്പോൾ, ഒരുങ്ങിയിരിക്കുമ്പോൾ, നാം പൂർണ്ണപ്പെടുമ്പോൾ ഒരാൺകുട്ടിയെ പോൽ സുവാസനത്തിലേക്ക് നാം എടുക്കപ്പെടും. When our groaning, when our wailing is transformed to a cry, when we are with such a great pain filled with his love, then we are going to be his bride. ലൂക്കോസ് വിശേഷം 12 അധ്യായം 35 വാക്യത്തിലേക്ക് മടങ്ങി വന്ന വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. Let me wind up my words, returning to Luke chapter 12, the 35th verse. നിങ്ങൾ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കണം. Gird up your loins and let your lamps be lit. നമ്മുടെ ജമാനൻ വരുന്ന നാളിന് വേണ്ടി കാത്തിരുന്ന രാവും പകലും അരകെട്ടിയും വിളക്ക് കത്തിയും കാണപ്പെടട്ടെ. Gird up day and night and mark all your lamps, waiting for the return of the Lord. സത്യം കൊണ്ട് അരകെട്ടിയ മുറുക്കിയ ഒരു ജീവിതം, A life which is girded with the loins of truth, അപ്പോസ്തല ഉപദേശത്തിൽ മുറുകെ പിടിക്കണം. holding fast the apostolic doctrines, നമ്മുടെ വാഗ്ദത്തം മുറുകെ പിടിക്കണം. holding fast the promises, അങ്ങനെ ഇങ്ങനെയും ചാഞ്ഞും ചെരിഞ്ഞും അലഞ്ഞും ഉലഞ്ഞും പോകരുത്. not swayed and being tossed apart. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. There are people who misunderstand John the Baptist. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ ആളയച്ചു ചോദിച്ചു, വരുവാനുള്ള
മശിഹ നീ തന്നെയാണോ? When he was within the prison walls, people were sent and asked, "Are you the Messiah to come?" അതിന്റെ അർത്ഥം അവൻ എന്തോ സംശയമൊക്കെ ഉണ്ടായി എന്നാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടല്ല. It means that he was suspicious and he had the doubts. No, never was it so. ആ അവൻ പോയി കഴിഞ്ഞ കർത്താവ് അവനെ കുറിച്ച് ഒരു ചെറിയ വിവരണം കൊടുക്കുന്നുണ്ട്. You know why? After his departure, the Lord is giving a small remark about him. ഓടിപ്പോയില്ലേ? ആരെ കാണുവാൻ പോയി? You went running to the wilderness. Whom did you go to see there? മോടിയായ വസ്ത്രം ധരിച്ച അല്ലെങ്കിൽ ഒരു സുഖലോലുപനായ ഒരു വ്യക്തിയെ കാണാനാണോ? പിന്നെയോ ഒട്ടകരോമം കൊണ്ട് വസ്ത്രം ധരിച്ച ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട ശുശ്രൂഷകനെ കാണാൻ പോയി. Did you run there to see a man who is cloaked with the cloth of all the proud things, or did you go there to see a man wearing the attire of a camel's dress? നിങ്ങൾ കാറ്റുകൊണ്ട് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഒരു ഞാങ്ങനെ കാണാനാണോ പോയത്? Did you go there to see a shrub that is waving and swaying through the wind? ഒരിക്കലുമല്ല. അവനെ പോലെ നേരെ നിന്ന ആളുകളില്ല. സത്യത്തിന് വേണ്ടി അവൻ കഴുത്തു കൊടുത്തവനാണ്. No, never, not at all. There are no people who stood like him for the truth. He projected his neck for the truth. എന്തിനാണ് ദൂതന്മാരെ അയച്ചത്? Why were the angels sent? ഒരു കൺഫർമേഷൻ, അതിനപ്പുറത്തൊന്നുമില്ല. Just a confirmation, nothing beyond. നിങ്ങൾ ആരെങ്കിലും ഒരു ഡൽഹിക്ക് പോകാനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ടിക്കറ്റ് കയ്യിലുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരുന്നു കണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി നിൽക്കുകയാണ്. Suppose one of you are planning to go to Delhi, you're booking the ticket, reserving the ticket, waiting for the train, and you're going there. ട്രെയിൻ വരുമ്പോൾ അടുത്തുള്ള ഇത് KK എക്സ്പ്രസിന്റെ ആണോ? When the train comes, you will ask, is this KK Express? സംശയമല്ല. ഇതുവരെ എല്ലാം കയ്യിലുണ്ട്. ഒരു കൺഫർമേഷൻ അത്ര മാത്രം. That is not a doubt. You have all the documents with you. Just a confirmation is what you need. ഞാൻ എന്തിനാ ലോകത്തിൽ വന്നു? Why did I come to this world? ഞാൻ മണവാളന്റെ ഒരു സ്നേഹിതനാകാൻ വേണ്ടി മാത്രം വന്നു. I came just to become a friend of the എന്റെ bridegroom. ദൗത്യം പൂർത്തിയായി. My duty is over. ഞാൻ മശിഹായിക്ക് വഴിയൊരുക്കുവാൻ വന്നു. I came to show the way for the എന്റെ Messiah. ഹൃദയങ്ങളെ ഞാനായി ഒരുക്കി എന്റെ ശുശ്രൂഷ പൂർത്തിയായി. I prepared my heart for the same and I accomplished my ministry. അവനെ പോലെ സത്യത്തിനായി നേരെ നിൽക്കാൻ ഞാൻ ജനിച്ചു. Like Elijah, I was born to stand upright for the truth. ഞാൻ നേരെ നിന്നതിനാൽ ഇന്ന് ഞാൻ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. താമസമില്ല, ഞാൻ ശിരച്ഛേദം ചെയ്യപ്പെടും. I stood upright for the truth, therefore I am within the bus. Very soon I am going to be chopped by Venek. ഓ, എനിക്ക് തെറ്റിപ്പോയിട്ടില്ലല്ലോ മശിഹായേ, അങ്ങനെ തന്നെയാണോ മശിഹ? ഞാൻ സഹിച്ചതും ഞാൻ ചെയ്തതും വൃഥാവായില്ലല്ലോ എന്ന ഒരു ഉറപ്പിക്കൽ. Just an assurance was needed from his part. Messiah, I am not wrong, right? You were the Messiah. You are the one I have been waiting for. Such a confirmation. സത്യം കൊണ്ട് അരകെട്ടി യാതൊരു കുലുക്കവുമില്ലാതെ നല്ല നിശ്ചയത്തോടെ അവന്റെ വരവിനായി കാത്തിരിക്കും. Gird up with truth, without any movement, any shaking, waiting for his coming. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. Let the lamp be lit. ഇന്ന് അതെങ്ങനെ ഇരിക്കുന്നു? What about its state എണ്ണ now? പറ്റിപ്പോയോ? Has the oil doused off? കരിന്തിരി കത്തുകയാണോ? Or is the bad wick igniting? വെളിച്ചത്തിന് പകരം പുകയാണോ വമിച്ചുകൊണ്ടിരിക്കുന്നത്? Is smoke emanated instead of light? നിന്റെ ജീവിതം, നിന്റെ നടപ്പ്, നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അസഹ്യമാണോ അതവർക്ക് സന്തോഷമാണോ? Is it a bad or sin given out of your life or your works? ഈ വിളക്ക് വിളക്ക് കത്തി കാണപ്പെടട്ടെ. Let your lamp continue to be lit, ദൈവശക്തിയിൽ കാണപ്പെടാം. preserved in the power of God, അഭിഷേകത്തിൽ കാണപ്പെടാം. remaining in the anointing. ഓവന്റെ വരവെങ്കിൽ മണമാട്ടിയാൽ ചേർക്കപ്പെടുവാൻ താമസമിനാ നമുക്ക് ഭാഗ്യം സിദ്ധിക്കാൻ പോകുകയാണ്. Very soon we are going to be blessed to become his bride at his coming. കർത്താവിന്റെ വരവെങ്കിൽ നീയും ഞാൻ എടുക്കപ്പെടും തടയുവാൻ സാത്താന ശക്തികൾ പൂർണ്ണമായി ശ്രമിച്ചെന്ന് വരാം. At the coming of the Lord to hinder I and you from being taken up, the devilish forces might strive with power. അവൻ തോറ്റു പിന്മാറും, നാം നമ്മുടെ മണവാളനോട് ചേരും. Oh, but he will be defeated, he will withdraw, we will be gathered with our bridegroom. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Shall we all rise? പ്രത്യാശയോടെ നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങി പോകാം. With hope shall we quit to our houses. ഇനി ഇങ്ങനെ ഒരു അവസരമുണ്ടോ എന്ന് ആർക്കറിയാം? Who knows there is such an opportunity? ഒരിക്കൽ കൂടെ ആരാധന ഉണ്ടോ എന്ന് ആർക്കറിയാം? Who knows there is another worship? കൺവെൻഷൻ ഉണ്ടോ എന്ന് ആർക്കറിയാം? Who knows there is another convention? ഒരിക്കൽ കൂടെ വചനം കേൾക്കാൻ അവസരം കിട്ടുമെന്ന് ആർക്കറിയാം? Who knows there is another opportunity to listen to the word of God? യേശു വരുമ്പോൾ ഞാൻ ഒരുക്കിയിരിക്കുമെന്നുള്ള തീരുമാനത്തോട് ഒരുക്കത്തോടു കൂടെ ഭവനങ്ങളിലേക്ക് മടങ്ങാം. With the decision that when the Jesus comes, I will be prepared. Last we can go to your houses. കർത്താവ് വരും. Our Lord shall come. എടുക്കപ്പെടും. We will be taken up. അനേക ദർശനത്തിലൂടെ ദൈവം ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. These days through vision, the Lord is informing this unto many people. ഞാൻ ഈ വർഷം
പക്ഷെ നമുക്ക് ഒരു പാട്ടുണ്ട്, ലക്ഷോലക്ഷം ശുദ്ധന്മാർ എന്നൊരു ലക്ഷോലക്ഷം ദൂതന്മാർ അണിയണിയായി നിരന്നിടുന്നേ. We've got a song this year, millions of angels are forming the line. നാട്ടിൽ കല്യാണ നാളിന്റെ ആരവാരം ഇതാ കേട്ടു തുടങ്ങിയിരിക്കുന്നു. The proclamation, the voice of the Lamb's marriage has come. കൊട്ടാരക്കരയിൽ ഒരു പാവപ്പെട്ട വിശ്വാസി, A small believer in Kottarakara. വിദ്യാഭ്യാസമോ അത് എല്ലാ കൺവെൻഷൻ മീറ്റിംഗിന് പോകാൻ സൗകര്യമുള്ള ആളല്ല. He is not a person who is educated or has the amenities to visit every meeting. പുതിയ പാട്ട് ഇറങ്ങിയതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. He doesn't know the composing of new songs. കർത്താവ് തന്നോടൊരു ചോദ്യം ചോദിച്ചു. The Lord asked him a question. നീ ഈ കൺവെൻഷൻ പുതിയ വർഷത്തെ ഇന്ന പാട്ട് നീ പഠിച്ചോ, നീ പാടിയോ? This year, in this convention, there was a new song. Did you learn it? Did you sing it? ലക്ഷം ദൂതന്മാർ എന്നുള്ളതായ ആ പാട്ട്. The song's title is Millions of Angels. അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് പഠിച്ചില്ല, കൺവെൻഷനും പോയില്ല. He said, I haven't learned it. I didn't attend the convention as well. കർത്താവ് പറഞ്ഞു, നീ അത് പഠിക്കണം, പാടണം, ഞാൻ വരാറായി. The Lord said, you should learn it, you should sing it, because I am going to come. നമ്മുടെ പ്രത്യാശ നമുക്ക് പുതുക്കാം. Let us renew our hope. യേശു തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി വരാറായി. Jesus is going to come for his saints. കറാച്ചുളുക്കം വട്ടമലയില്ലാത്ത സഭയ്ക്ക് വേണ്ടി, For a church without spot, wrinkle or any such thing. വാടന്റെ വിശുദ്ധിയുടെ അളവോളം വിശുദ്ധി പ്രാപിച്ച സഭയ്ക്ക് വേണ്ടി, For the church that is perfected with holiness till the level of the perfection of pride. അതേ കർത്താവിന്റെ വരവിനായി ഒരു വിരഹവേദനയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി, For those who are waiting with the pain of groaning for the coming of the Lord. നൽകിയതായ ശുശ്രൂഷകൾ, കൃപകൾ, താലന്തുകളൊക്കെയും വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്നവർക്ക് ചേർക്കാൻ വേണ്ടി, For those who faithfully distribute the talents given for the ministry of God, all the gifts and graces to collect them. വിളക്ക് കത്തിയിരിക്കുന്നതായ എപ്പോൾ വരും, എപ്പോൾ യജമാനൻ വരുമോ എന്ന് രാപമ്പകൽ കാത്തു നിൽക്കുന്ന ദാസന്മാർക്ക് വേണ്ടി അവൻ വരാറാ. For the servants who are waiting both day and night with the lamps lit, waiting for the advent of the master, he is going to come. നമ്മുടെ കർത്താവ് വരുമ്പോൾ അവനെതിരെപ്പാൻ നമുക്ക് ഒരുങ്ങിയിരിക്കും. Whenever Lord comes, let's be ready to meet him. നമുക്ക് ആ ഗാനം മനഃപ്പാടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കേട്ട് എല്ലാവരും ചേർന്ന് പടയാട്ടെ. ലക്ഷു